സകല ലോകത്തിന്റെ രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യ നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ വന്ദനത്തെ അറിയിക്കുകയും ഈ ക്ലാസ്സിലേക്ക് അവരെ ഹാർദവമായി സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. കഴിയുന്നത്ര വീഡിയോ ഓൺ ചെയ്തിരുന്നാൽ അത് സന്തോഷമാണ്. നിങ്ങളുടെ സാഹചര്യം അനുവദിക്കുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യാം. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധാനത്തിലായിരിക്കാം. നമ്മൾ ഈ ക്ലാസ്സുകളിലൊക്കെ ഞാൻ അല്പം ചുരുക്കി മുഖവുര പറയാമെന്ന് ചിന്തിച്ചെങ്കിലും പൗലോസ് പറഞ്ഞ പോലെ പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ പറയേണ്ടത് ആവശ്യമായതുകൊണ്ട് ഞാൻ അല്പം കാര്യമായിട്ട് തന്നെ ലേഖനങ്ങളുടെ ഇൻട്രൊഡക്ഷനിലേക്ക് പോവുകയാണ്. അതിന്റെ ഗൗരവം വേറൊന്നല്ല. ലേഖനങ്ങൾ പലപ്പോഴും അതിന്റെ മിലിയ MILEU പക്ഷെ പ്രൊനൗൺസ് ചെയ്തത് മിലിയ എന്നാണ്. അതിന്റെ സോഷ്യൽ സെറ്റിങ്സ്, അതിന്റെ പൊളിറ്റിക്കൽ സെറ്റിങ്സ് എങ്ങനെയാണ്, അതിന്റെ കൾച്ചറൽ സെറ്റിങ്സ് എങ്ങനെയാണ്, പല കാര്യങ്ങളാണ്. അപ്പൊ ഇതെല്ലാം നമുക്കൊരു ഐഡിയ ഇല്ലാതെ കൊണ്ട് നമുക്ക് വരുന്ന ഏറ്റവും വലിയ കുഴപ്പം വാക്യം വായിച്ചിട്ട് നമ്മുടെ കോഴഞ്ചേരിയിൽ നിന്നോ റാന്നി നിന്നോ പത്തനംതിട്ട നിന്നോ അല്ലെങ്കിൽ കോഴിക്കോട് നിന്നോ കണ്ണൂർ നിന്നോ പാലക്കാട് നിന്നോ ഉള്ള പശ്ചാത്തലത്തിൽ പുസ്തകത്തെ വ്യാഖ്യാനിച്ചു പോകും. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളിലും വേറെ പല കാര്യങ്ങളുമായിട്ട് വരുമ്പോൾ ഈ ഒക്കാതെ വരുന്നു. ഒരു കാരണവശാലും നമ്മുടെ ജീവിത പശ്ചാത്തലം വെച്ച് വേദപുസ്തകത്തെ വ്യാഖ്യാനിച്ചു കൊണ്ടുപോകരുത്. പറഞ്ഞതാരാണ്, കേട്ടതാരാണ്, പറഞ്ഞത് ഏത് ഭാഷയിലാണ്, കേട്ടവർക്ക് അതെങ്ങനെയാണ് മനസ്സിലായത്, അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ അപ്ലൈ ആകുന്നു. കുറഞ്ഞ പക്ഷെ ഇത്രയെങ്കിലും വളരെ വിവേകത്തോടെ ആരാഞ്ഞറിഞ്ഞതിന് ശേഷം മാത്രമേ അത് നമ്മുടെ സാഹചര്യവുമായിട്ട് അതിനെ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ പ്രാർത്ഥനയൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങൾ ക്ഷമിക്കണം എന്ന് വാക്യമുണ്ടല്ലേ. അത് എന്തോ നമുക്കിന് മാത്രം കടം, അത് ഫൈനാൻഷ്യൽ ഡെപ്റ്റിനെ കുറിച്ചല്ല എന്നുള്ളത് അല്പഗ്രാഹമുള്ള ആർക്കും അറിയാം അല്ലേ. ഒരു പഴയ പാട്ടുണ്ട്, അതിന് ഇംഗ്ലീഷിൽ ആ പാട്ടല്ലോ, പാപക്കടം തീർക്കുവാൻ യേശുവിൻ രക്തം മാത്രം. അറിയത്തില്ല പഴയ പാട്ട്, ഇംഗ്ലീഷിൽ പെട്ടെന്ന് അറിയല്ലേ. What can wash away my sin? Nothing but the blood of Jesus. അപ്പം കടവെന്ന് കണ്ടത് കൊണ്ട് എല്ലാം മറ്റ് ഫിനാൻഷ്യൽ ഡെപ്റ്റിനെ ഉദ്ദേശിച്ചാണെന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ചു പോകരുത് എന്ന് പറഞ്ഞതുപോലെ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിന്റെ ഇൻട്രൊഡക്ഷൻ അല്പം വിശദമായി തന്നെ പറഞ്ഞിട്ട് എനിക്കൊന്ന് 2-3 ക്ലാസ് കൂടി ഇൻട്രൊഡക്ഷന് വേണ്ടി വരും. അതിനുശേഷം ഞാൻ റോമാലേഖനമാണ് തുടങ്ങാൻ പ്ലാൻ ചെയ്തത്. പക്ഷെ എനിക്ക് തോന്നുന്നു തെസ്സലോനിക്ക ലേഖനമായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അത് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെ കുറെ കൂടെ ഒന്ന് തെസ്സലോനിക്ക ലേഖനം പഠിച്ചതിന് ശേഷം റോമാലേഖനത്തിൽ പോകുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഒരുപക്ഷെ റോമാലേഖനം അത്ര ഡൈജസ്റ്റ് ആകാൻ സാധ്യതയില്ല. അത് മാത്രവുമല്ല, കർത്താവ് പറഞ്ഞ പോലെ ഈ കാലത്തെ നമ്മളൊന്ന് വിവേചിക്കുമ്പോൾ തെസ്സലോനിക്ക ലേഖനമാണ് കുറച്ചുകൂടെ ആപ്റ്റ് എന്ന് എനിക്ക് എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് അങ്ങനെ ഒരു പ്രേരണ നൽകുന്നത് കൊണ്ട് തെസ്സലോനിക്ക ലേഖനം നമുക്ക് രണ്ടും പഠിച്ചതിന് ശേഷം പൗലോസ് എഴുതിയ ആദ്യത്തെ ലേഖനങ്ങളാണല്ലോ, അതൊന്ന് പഠിച്ചിട്ട് നമുക്ക് മറ്റു ലേഖനങ്ങളിലേക്ക് പോകാം എന്നാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹവും പ്രാർത്ഥനയും. നിങ്ങളുടെ പ്രാർത്ഥന അതിൻ്റെ പിൻപിൽ ഉണ്ടാകണം. ഞാൻ പെട്ടെന്ന് കാര്യങ്ങൾ പറയാതെ വേറെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയം കളയുന്നൊക്കെയാണ് കമന്റുകളൊക്കെ വരുന്നത്. വേഗത്തിൽ പുള്ളി പോയിന്റ് ഒന്നും പറയുന്നില്ല, വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നു, വേഗം പോയിന്റ് പറഞ്ഞ് വിഷയം അവസാനിപ്പിച്ചു കൂടെ എന്നൊക്കെയാണ്. ഞാനിപ്പോൾ ഏതായാലും ഇങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിന് കാരണമുള്ളത് കൊണ്ടാണെന്ന് എനിക്കറിയാം. എന്നോട് എനിക്ക് മെസ്സേജ് അയക്കുന്നതും റിക്വസ്റ്റ് ചെയ്യുന്നതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഓരോ ക്ലാസ്സും കൊണ്ടുപോകുന്നത്. അത് ഞാൻ ഓപ്പണായിട്ട് പറയേണ്ട കാര്യമില്ല. അപ്പോൾ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഞാൻ ഈ കാര്യങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യുകയും അത് ഒരാൾക്കെങ്കിലും പ്രയോജനം ഉള്ളതുകൊണ്ടായിരിക്കും ഞാൻ ആ ഭാഗത്തേക്ക് ഒന്ന് പോവുകയൊക്കെ ചെയ്യുന്നത്.
അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് എന്നെ ഇങ്ങനെയെന്ന്. അപ്പൊ അതുകൊണ്ട് ഏതായാലും നമുക്ക് ഇങ്ങനെ തന്നെ മുന്നോട്ടങ്ങ് പോവാം. ബാക്കിയൊക്കെ ദൈവം നമ്പരം ചെയ്യട്ടെ. ഞാൻ അല്പം ഒന്ന് ഫാസ്റ്റ് ആക്കാം കേട്ടോ, ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും. അതിപ്രധാനമായ ഒരു 6-7 പോയിന്റ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ അത്? നമുക്ക് ആ പോയിന്റ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് വേണം നമുക്ക് മുന്നോട്ട് നീങ്ങാൻ. നമ്മൾ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കണം. നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ വാചകം ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. എല്ലാ നിലയിലും പെർഫെക്റ്റായ സർവശക്തനായ ദൈവം ഇംപെർഫെക്റ്റായ മനുഷ്യന്റെ പക്കൽ കൊടുത്ത് മനുഷ്യനാൽ എഴുതപ്പെട്ടതാണ് വിശുദ്ധ തിരുവെഴുത്ത്. ഈ ഒരു ബോധം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണേ. പൂർണ്ണനായ ദൈവം അപൂർണനായ മനുഷ്യനെ കൊണ്ട് എഴുതിച്ചതാണ് വിശുദ്ധ തിരുവെഴുത്ത്. അതുകൊണ്ട് തന്നെ ദൈവം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ദൈവം അതിൻ്റെ തനതായ നിലയിൽ വ്യക്തമാക്കിയത് ദൈവത്തിന്റെ വിശുദ്ധ ഭാഷയായ എബ്രായ ഭാഷയിൽ തന്നെയാണ്. ആ എബ്രായ ഭാഷയിൽ നമുക്ക് തന്ന പല കാര്യങ്ങളും മറ്റു പല ഭാഷയിലേക്കും വിവർത്തനം ചെയ്യുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ട്. പലതും നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ എഫേസ്യ ലേഖനം പഠിക്കുമ്പോൾ അതിനകത്ത് 1-2 ഒരൊറ്റ വാക്ക് പരിഭാഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പരിഭാഷകർ കടന്ന് വിഷമിക്കുന്നത്, അവന്റെ വിളിയുള്ള ആശ ഇന്നതെന്നും അവന്റെ ബലത്തിന് വല്ലഭത്വത്താൽ വ്യാപരിക്കുന്ന അവന്റെ അളവറ്റ ശക്തി വലിപ്പം ഇന്നതെന്നും വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇതിനെ കൊടുക്കുന്ന വ്യാഖ്യാനം കേട്ടാൽ എൻ്റെ ദൈവമേ, വില്യം ചിൻഡേലിനെ കൊണ്ട് മാക്സിമം അത്രയൊക്കെ എഴുതാൻ അദ്ദേഹത്തെ കൊണ്ട് പറ്റുള്ളൂ. അങ്ങനെയും എഴുതിയല്ലോ. അത് ഒറിജിനൽ എൻ്റെ ക്ലാസിക്കൽ ഗ്രീക്ക് വാക്ക് ഹൈപ്പർ ബാലനോ എന്നൊരു പദമുണ്ട്. അത് പരിഭാഷപ്പെടുത്താൻ മലയാളത്തിലോ ഇംഗ്ലീഷിലോ വേറെ വാക്കുകളില്ല. അത് പിന്നെ അങ്ങനെയൊക്കെ എഴുതി വെച്ചെന്നുള്ളതേ ഉള്ളൂ. വാക്യം തെറ്റാണെന്നല്ല അതിനർത്ഥം. ആ പദത്തിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന അർത്ഥം അതേ തലത്തിൽ നമ്മുടെ മറ്റു ഭാഷയിലേക്ക് കൊണ്ടുവരാൻ ഭാഷയ്ക്ക് പരിമിതി ഉണ്ടായിരുന്നു എന്നാ ഞാൻ പറഞ്ഞത്. അവിടെ തന്നെ ക്രിസ്തുവിൽ വ്യാപരിച്ചു എന്ന് പറയുമ്പോൾ അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. എങ്ങനെ? യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. അവർ ഒറ്റ ഭാഗം തന്നെ വളരെ ദീർഘമായി പഠിക്കേണ്ടിയിരിക്കുന്നു. യേശു ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുവാൻ യേശു ക്രിസ്തു വ്യാപരിച്ച ശക്തികൾ ഏതൊക്കെയാണ്? 4 എണ്ണമാണ്. 4 ശക്തികളുടെ ഒരുമിച്ചുള്ള സമ്മേളനത്തിന്റെ ഫലമായിട്ടാണ് ആ റിസറക്ഷൻ നടക്കുന്നത്. സ്തോത്രം. ആ 4 ശക്തികളാണ് നമ്മുടെ ഉയർപ്പിനും വ്യാപരിക്കുന്നത്. മനസ്സിലായോ? ഞാൻ പിന്നീട് ഇത് പറഞ്ഞു തരാം. ഇവിടെ ഒറ്റ വാക്ക് ശരിയായിട്ടൊന്ന് പരിഭാഷപ്പെടുത്താൻ കഴിയാതെ വന്നതിനാൽ ഇത്രത്തോളം പറഞ്ഞു പോയി. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന അവന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ തിരിച്ചറിയേണ്ടത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഉടനെ പിന്നെ പൗലോസിന്റെ പ്രാർത്ഥനയെ കുറിച്ചുള്ള സ്റ്റഡിയായി. പ്രിയ പൗലോസിന്റെ പ്രാർത്ഥന 1-ാം അധ്യായത്തിലെ പ്രാർത്ഥന, 2-ാം അധ്യായത്തിലെ പ്രാർത്ഥന, വെരി ഗുഡ്, അങ്ങനെയൊക്കെ തന്നെ പഠിച്ചു വയ്ക്കൂ. പക്ഷെ ഇവിടെ വിവക്ഷിക്കുന്ന അതല്ല എന്ന് പറയാനായിട്ടാണ്. പ്രസംഗത്തിന് അതൊക്കെ, പക്ഷെ പഠനത്തിന് അത് പോരാ. മനസ്സിലായോ? ഡ്യൂനാമീസ്, എനർജിയ, കണ്ടോ? അങ്ങനെ 4 ശക്തികൾ. ആ ഓരോ ശക്തിയുടെയും പ്രവർത്തനം 4 ആ 4 ശക്തികൾ കൂടെ ഒരുമിച്ച് സമ്മേളിച്ചപ്പോഴാണ് യേശു ക്രിസ്തുവിന്റെ റിസറക്ഷൻ നടക്കുന്നത്. സ്തോത്രം. ആ 4 ശക്തികളാണ് നമ്മളും വ്യാപരിക്കാൻ പോകുന്നത്. സ്തോത്രം. നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ? പ്രൈസ് ദി ലോർഡ്. അതൊക്കെ വളരെ അമേസിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് പിന്നീട് ചിന്തിക്കാം. ഞാനത് ബേത്ലഹേം ടു മൗണ്ട് ഒലിവിനകത്ത് പറഞ്ഞോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ ആരെങ്കിലും ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ?
ബേത്ലഹേം ടു മൗണ്ട് ഒലിവ് എന്നുള്ള സബ്ജക്ട്, യേശുക്രിസ്തു ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ഭാഗം പഠിച്ചപ്പോൾ ആ ക്ലാസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ലല്ലേ? യെസ്, ഓക്കെ, അത് കംപ്ലീറ്റ് ആയിട്ടില്ല. എന്തായാലും ഇതിനിടയ്ക്ക് ഞാൻ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ ഓങ്ങി വെച്ചത് കൊണ്ട് വിശദമായി പറഞ്ഞു തരാം. അല്ലെങ്കിൽ മുമ്പേ കമന്റ് വന്നതുപോലെ പുള്ളി പറയുന്നുള്ളൂ, നമ്മൾ ഓങ്ങി വെക്കുന്നല്ല, നമുക്ക് പറഞ്ഞു തരുന്നില്ല എന്നുള്ള പരാതി വേണ്ട. നാല് ശക്തികൾ ഏതാണെന്ന് ഞാൻ പിന്നീട് പറഞ്ഞോളാം. ഇപ്പൊ ഇൻട്രൊഡക്ഷൻ ഒന്ന് ഞാൻ മുമ്പോട്ട് കൊണ്ടുപോട്ടെ. ഞാനൊരു 6 പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യാനായിട്ട് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ പോയിന്റ് ഏതായിരുന്നു? ഓർക്കുന്നുണ്ട് ആരെങ്കിലും? ദ ബൈബിൾ ആൻഡ് ദ വേർഡ് ഓഫ് ഗാഡ്. ലേഖനം പഠിക്കുമ്പം ഈ ഒരു ചിന്ത നമ്മൾ അറിഞ്ഞിരിക്കണേ. ദ ബൈബിൾ ആൻഡ് ദ വേർഡ് ഓഫ് ഗാഡ്. നിങ്ങൾക്കൊരു സംശയം, അങ്ങനെ പറയുന്നത് ബൈബിളും ദൈവവചനവും രണ്ടും രണ്ടാണോ? രണ്ടും ഒന്നല്ലേ? അല്ലേ? ബൈബിൾ എന്ന് പറഞ്ഞാൽ പിന്നെ ദ വേർഡ് ഓഫ് ഗോഡ് എന്ന് പറയേണ്ട കാര്യമില്ല. ബൈബിൾ ആൻഡ് ദ വേർഡ് ഓഫ് ഗോഡ് എന്നല്ല. അപ്പൊ രണ്ടെണ്ണമായി. ഇടയ്ക്ക് ആൻഡ് വന്നപ്പോൾ അല്ലെ പിന്നെ ആ കൺജഷൻ ചേർക്കേണ്ട ആവശ്യം വരികയല്ല അതിലല്ലേ? യെസ്, രണ്ടും രണ്ട് തന്നെയാണ്. ബൈബിള് വേറെ, തിരുവെഴുത്ത് വേറെ. അങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു പോണേ. വഴക്കുണ്ടാക്കാനല്ല, മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ബൈബിൾ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു ദോഷവും വരാൻ പോകുന്നില്ല. അങ്ങനെ നിങ്ങൾ ചിന്തിക്കേണ്ട. ഞാൻ നിങ്ങളെ ഈ നഴ്സറി ലെവലിൽ നിന്നും 10ാം ക്ലാസ് വല്ലതും കഴിഞ്ഞ് കുറഞ്ഞ പക്ഷം ഡിഗ്രി ലെവലിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. സ്തോത്രം. അപ്പൊ ആ സിലബസ് ആ ലെവലിലുള്ളതായിരിക്കുവേ. സ്തോത്രം. പിന്നെ പൗലോസ് പറഞ്ഞ പോലെ കാലം നോക്കിയാൽ നിങ്ങൾ ഉപദേശകന്മാരാകേണ്ടവരാ. പക്ഷെ ഇപ്പോഴും നിങ്ങൾ പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തോ ചെയ്യുക? പൗലോസോ എനിക്കോ കുറച്ചു കാര്യം നിങ്ങളോട് പറയണമെന്നുണ്ട്, പക്ഷെ നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരാകയാൽ. കണ്ടോ, ദൈവസഭയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. കഴമ്പുള്ള കാര്യം കേൾക്കുമ്പോൾ മാന്യമാണ്. അല്ലെ ഇതേ നിർത്തിയാൽ മതിയായിരുന്നു. മറ്റേ പുള്ളി അതാ തകർത്തേ. പിന്നെ പുള്ളി എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു വ്യാപാരമൊക്കെ ഉണ്ടാകും. കഴമ്പുള്ള കാര്യം കേൾക്കുമ്പോൾ മാന്യം. സ്തോത്രം. അപ്പൊ ഞാൻ ഏതായാലും ആ ലെവലും താഴോട്ട് വരുന്നില്ല. നിങ്ങൾ എന്റെ കൂടെ വരിക നിർവാഹമുള്ളൂ. നമുക്ക് അങ്ങനെ തന്നെ മുമ്പോട്ട് നീങ്ങാം. ബൈബിൾ ആൻഡ് ദ വേർഡ് ഓഫ് ഗാഡ്. ബിബ്ലിയോസ് എന്നാണ് ഗ്രീക്കിൽ, അല്ലേ? ബിബ്ലിയ എന്നത് ലാറ്റിനാണ്. ബൈബിൾ എന്നത് ഇംഗ്ലീഷും, അല്ലേ? നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഞാൻ അങ്ങനെ അധികം വിസ്തരിക്കുന്നില്ല. ഈ വാക്കിന്റെ അർത്ഥം എ കളക്ഷൻ ഓഫ് ബുക്സ് എന്ന് മാത്രമേ ഉള്ളൂ. വേദപുസ്തകം എന്നതിന് അർത്ഥമില്ല. എ കളക്ഷൻ ഓഫ് ബുക്സ്. 66 പുസ്തകങ്ങൾ, ഒരു കളക്ഷൻ, അത്രേ അതിന് അർത്ഥമുള്ളൂ. മനസ്സിലായോ? നമ്മൾ അതുകൊണ്ട് തിരുവെഴുത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ശൈലിയുണ്ട്. ഒന്നെങ്കിൽ വിശുദ്ധ തിരുവെഴുത്തിൽ ഇങ്ങനെ കാണുന്നു, അല്ലെങ്കിൽ ദൈവവചനം ഇങ്ങനെ പറയുന്നു. മനസ്സിലാകുന്നുണ്ടോ? തിരുവെഴുത്തെന്നോ വിശുദ്ധ തിരുവെഴുത്തെന്നോ ദൈവവചനമെന്നോ ഒക്കെ പറയുന്നതാണ് കുറെ ഉചിതം. ബൈബിൾ എന്തു പറയുന്നു? ബൈബിൾ എന്ന് പറഞ്ഞാൽ എ കളക്ഷൻ ഓഫ് ബുക്സ്. നിങ്ങൾ ഒരു ലൈബ്രറി ചെന്ന് ഷേക്സ്പിയറുടെ ഒരു കൂട്ടം പുസ്തകം എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് ബൈബിൾ. ഞാൻ ഉണ്ടാക്കൊണ്ടുവന്നല്ല, വാക്കിന്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞു. എ കളക്ഷൻ ഓഫ് ബുക്സ് എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ആ കളക്ഷൻ ഓഫ് ബുക്സിനകത്ത് നിൽക്കാതെ വിശുദ്ധ തിരുവഴുത്തിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ്. അപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നും, അതെന്താ ഇത് എ കളക്ഷൻ ഓഫ് ബുക്സ് ആണെന്നുണ്ടെങ്കിൽ തിരുവഴുത്തിന്റെ പ്രത്യേകത എന്താ? തിരുവഴുത്തിന് കൊടുത്തിരിക്കുന്ന പദം ദബാർ അദ്നായ് എന്ന. ദബാർ അദ്നായ് അർത്ഥം ദൈവം വരുത്തുന്ന ക്രമീകരണങ്ങൾ എന്നാണ്. പഠിക്കാൻ പോകുന്ന ലേഖനമാണേ. അതിനത് പറയുന്നത് ദൈവം വരുത്തുന്ന ക്രമീകരണങ്ങൾ. തിരുവഴുത്ത് എന്തിനുള്ളതാണ്? ഇപ്പൊ തിരുവഴുത്ത് എന്തിനുള്ളതാ? ക്രമീകരണങ്ങൾ വരുത്താനുള്ളത്. അതാണോ നമ്മൾ കേൾക്കുന്നത്?
ക്രമീകരണങ്ങൾ വരുത്തേണ്ട എത്ര സന്ദേശങ്ങൾ നിങ്ങൾ കേൾക്കാറുണ്ട്? ഒരാഴ്ചയിൽ എത്ര പ്രസംഗം നമ്മൾ കേൾക്കാറില്ല? വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. അതിപ്പോഴാണോ മനസ്സിലായി? നിന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്. ഓ, ഈ ഒരു പുതിയ വെളിപ്പാടത്. അങ്ങനെ പറയരുന്നല്ല ഞാൻ പറഞ്ഞത്. വേണം, വിശ്വാസം ഉറപ്പിക്കാൻ, ക്ഷീണിച്ചവരെ ബലപ്പെടുത്താൻ ഒക്കെ ആവശ്യമാണ്. അപ്പൊ ഞാൻ അതിനെ അധിക്ഷേപിച്ചൊന്നും പറഞ്ഞതല്ല. ഈ ദൈവവചനത്തിന്റെ ശുശ്രൂഷയുടെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇന്റൻഷൻ തന്നെ എന്താണ്? ദൈവം വരുത്തുന്ന ക്രമീകരണങ്ങൾ. ഓരോ വചന ശുശ്രൂഷ കഴിയുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ക്രമീകരണങ്ങൾ വരുത്താൻ ഉണ്ടായിരിക്കും. ഇന്ന മേഖലകൾ ക്രമീകരണം വരുത്തണം. 21 ലേഖനങ്ങളും നോക്കിക്കോ, ക്രമീകരണങ്ങൾ വരുത്താനുള്ള മുന്നറിയിപ്പുകളാണ് അതിനകത്തുള്ളത് മുഴുവൻ. നിങ്ങൾ ആ നിലയിൽ വായിക്കുകയോ ഗ്രഹിക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. റോമാലേഖനം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നോക്കിക്കോ. വെളിപ്പാട് പുസ്തകത്തിനകത്ത് മുഴുവൻ ക്രമീകരണത്തിന്റെ കാര്യമുള്ളൂ. ദൈവം വരുത്തുന്ന ക്രമീകരണങ്ങൾ. നമുക്കിന്നിപ്പോ നമ്മുടെ ഒരു കോട്ടേജ് മീറ്റിംഗിലാലും ശരി, സഭായോഗത്തിലാലും ശരി, ജീവിതത്തിൽ ക്രമീകരണം വരുത്തുന്ന ഒരു സന്ദേശം ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് അന്നേരം അസ്വസ്ഥതയല്ലേ? ശുശ്രൂഷ വിജയിച്ചു എന്ന് വരണമെന്നുണ്ടെങ്കിൽ ജനം ഇളകിയെങ്കിലേ ഒക്കൂ. എല്ലാരും ഒന്ന് വൈബ്രേറ്റ് ചെയ്താൽ ശുശ്രൂഷ വിജയിച്ചു. അത്രയും ഇത് പറഞ്ഞിട്ട് ഒരൊറ്റ മനുഷ്യൻ അനങ്ങിയില്ലല്ലോ. അനങ്ങിട്ട് എന്നാ ഗുണം? ക്രമീകരണം വരുത്താതെ തുടക്കം മുതൽ അവസാനം വരെ അനങ്ങിക്കൊണ്ടിരുന്നാൽ എന്താ ഗുണം? മനസ്സിലാകുന്നുണ്ടോ? ക്രമീകരണങ്ങൾ വരുത്താതെ കുറെ അനക്കം സംഭവിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. സ്തോത്രം. അഡോനായി എന്ന വാക്കിന്റെ അർത്ഥം ദൈവം വരുത്തുന്ന ക്രമീകരണങ്ങൾ. എവിടെയൊക്കെ? നമ്പർ 1, ഒരു വ്യക്തിയിൽ ദൈവം വരുത്തുന്ന ക്രമീകരണങ്ങൾ. ഒരു വ്യക്തിയിൽ ദൈവം വരുത്തുന്ന ക്രമീകരണം. ഇപ്പൊ വ്യക്തിപരമായ ജീവിതത്തിൽ ക്രമീകരണം വേണോ? വേണം. ഒരു വ്യക്തിയുടെ പേഴ്സണൽ ലൈഫ് മുഴുവൻ ക്രമീകൃതമായിരിക്കണം. രാവിലെ എഴുന്നേൽക്കാൻ ഒരു പർട്ടിക്കുലർ ടൈം, പ്രാർത്ഥനയ്ക്ക് ഒരു പർട്ടിക്കുലർ ടൈം, തിരുവെഴുത്ത് വായിക്കുന്നതിൽ, പേഴ്സണലായുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ എല്ലാറ്റിനും അടുക്കും ചിട്ടയും ഓർഡർ ഉണ്ടായിരിക്കണം. കർത്താവ് പതിവ് പോലെ ഒലിമലയിൽ ചെന്ന് പ്രാർത്ഥിച്ചെന്നല്ലേ? യെസ്, പതിവ് പോലെ ദൈവാലയത്തിൽ ചെന്നു. കണ്ടോ? ജീവിതത്തിന്റെ അടുക്ക് ചിട്ടയും കണ്ടോ? സമസ്ത മേഖലയിലും ഒരു അത്ഭുതം ചെയ്യുമ്പോഴും അതിനെല്ലാം ഒരു ഓർഡർ ഉണ്ട്. 5 അപ്പം കയ്യിലെടുത്തു, ദൈവത്തെ വാഴ്ത്തി ശിഷ്യന്മാരോട് പറയാ, മേക്ക് ദ പീപ്പിൾ ഇൻ ഓർഡർ. കണ്ടോ? 5 അപ്പം കയ്യിൽ ദൈവത്തെ വാഴ്ത്തിയിട്ട് പറയുന്നു, മേക്ക് ദ പീപ്പിൾ ഇൻ ഓർഡർ. ജനത്തെ പന്തിയായിട്ടിരുത്തണം. എന്നിട്ട് വിളമ്പാൻ പറഞ്ഞു. അയ്യോ, എന്റെ കയ്യിൽ 5 അപ്പം ഉണ്ടാകുന്നുള്ളൂ, ഇപ്പൊ നമുക്ക് വർദ്ധിച്ചു കേട്ടോ, എന്റെ കൈക്കാൻ നിൽക്കില്ല, വേഗം വാരി കൊടുക്കാനല്ല പറഞ്ഞു. നമ്മൾ പറഞ്ഞ അപ്പം വർദ്ധിച്ചിട്ട് എനിക്ക് നിൽക്കാൻ മേല, ഞാൻ വാരി എറിയുമ്പോൾ നിങ്ങൾ വേണേ പിടിച്ചോണം. ഇന്നിപ്പോ ശുശ്രൂഷ മുന്നേ അങ്ങനെയാ, വേണേ പിടിച്ചു. ചിലര് പറഞ്ഞ് എന്നെ പിടിച്ചോളാനാ. സ്തോത്രം. പ്രാപിച്ചു, റൈറ്റ് നൗ ഒക്കെയാ പറയുന്നത്. എനിക്ക് വിരോധമല്ല കേട്ടോ, ഞാൻ ആ കാറ്റഗറി അല്ലെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഉള്ളവരെ ചെയ്യട്ടെ. ഞാൻ അതിലിപ്പം തൽക്കാലത്തെ പുറകെ പോകുന്നില്ല, എനിക്ക് എന്റെ ആവശ്യകതയും തോന്നുന്നില്ല. പോട്ടെ. കർത്താവ് അപ്പം വിളമ്പുന്നതിന് മുമ്പേയും ശിഷ്യന്മാരോട് പറയാ,
ജനത്തെ പന്തി പന്തിയായിട്ടിരുത്ത്. എല്ലാം കൂടെ കൂട്ടം കൂടെ നിൽക്കുമ്പോൾ വിളമ്പുന്ന അപ്പം അല്ലിത്. എനിക്കത് കോപ്പം ത്രില്ലടിക്കുന്ന എന്റെ മനസ്സിനകത്ത്. നമ്മളാണ് പറയാം, കർത്താവ് ഇത്രയും ആൾക്കാരിരിക്കും, ഇവരെ എവിടെ ക്യൂ നിർത്താനായിട്ടായി പറയുന്നത്? സ്ത്രീകൾ തന്നെ, സ്ത്രീകളും പുരുഷന്മാരും എല്ലാം കൂടെ കുഞ്ഞുങ്ങളെല്ലാം നോക്കുമ്പോൾ എത്ര ലക്ഷം വരും? അപ്പൊ എല്ലാരെയും ഓരോരുത്തരും വിളമ്പാൻ പറ്റിയല്ല. അത് നമുക്ക് അങ്ങനെ ചെയ്യാം, ബൊഫേ സിസ്റ്റം ആക്കാം. ഞങ്ങൾ വന്നിട്ട് ഇവർ നിൽക്കാം, ഓരോരുത്തർ വന്ന് മേടിച്ചൊന്നും പോട്ടെ, അതേ നടക്കൂ. നോ, കർത്താവ് പറഞ്ഞു മേക്ക് ദ പീപ്പിൾ ഇൻ ഓർഡർ. ജനത്തെ പന്തിപതിയിൽ ഇരുത്തി. അടുത്ത വാക്ക് അവിടെ പറയുന്നുണ്ട്, അവിടെ ധാരാളം പുല്ലുണ്ടായിരുന്നു, ഇരിക്കാൻ പറഞ്ഞു. എല്ലാരും ഓർഡർ ഇരുന്ന് കഴിഞ്ഞപ്പം വിളമ്പിക്കൊള്ളാൻ പറഞ്ഞു. എനിക്കൊരു കാര്യം മനസ്സിലായി, വിളമ്പാൻ കർത്താവിന്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടല്ല നമ്മുടെ പാത്രം നിറയാത്തത്, നമ്മൾ ഓർഡർ വരാത്തത് കൊണ്ടാ തമ്പുരാൻ വിളമ്പാത്തത്. മനസ്സിലായോ? സ്വോത്രം. ഇത് പറഞ്ഞ ആർക്കും ഇഷ്ടമല്ല. പിന്നെന്താ പറഞ്ഞത്? നിന്റെ പക്കൽ എന്തുണ്ട് അത് വർദ്ധിക്കാൻ പോകുക. ഇപ്പോൾ തന്നെ 5 അപ്പം 5000 പേർക്ക് ഉതകത്തക്കെന്നല് നിന്റെ മക്കളും കൊച്ചുമക്കളും തിന്നുന്ന രീതിയിൽ നിന്റെ വീട്ടിനകത്ത് അപ്പത്തിന്റെ എണ്ണം വർദ്ധിക്കാൻ പോവുക. ഇവര് തിന്ന് ഷുഗർ കയറി ചാവുകയല്ലാതെ. അതല്ല വിഷയം. അപ്പം വർദ്ധിക്കുന്ന അല്ല ദൈവത്തിന് വിഷയം. ദൈവത്തിന് വിഷയം ജനം ഓർഡർ വരിക എന്നുള്ളതാ. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ഒരാളാണ്ടെ കർത്താവിനെ കാണണം, പക്ഷെ കർത്താവ് അവനെ കാണരുത്. അതായിരുന്നു ഉദ്ദേശം. അതിന് പുള്ളി ഒരു കാട്ടത്തിയെ കയറി ഒളിച്ചിരിക്കുക. കൃത്യം താഴെ വന്നപ്പോ മേൽപോട്ട് നോക്കി ഇറങ്ങി വരാൻ പറഞ്ഞു. ഞാൻ നിന്റെ വീട്ടിൽ പാർക്കാൻ പോവുക. ഇവന് അബ്രഹാമിന്റെ സന്തതിയാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. ഞാൻ അതിന്റെ കാരണമൊക്കെ പിന്നെ പറയാവേ, അതല്പം വിശദീകരിക്കണ്ടോട്ട്. കാരണം ചുങ്കക്കാരാരാണെന്ന് നിങ്ങൾക്ക് ഒരു ധാരണ വേണം. അപ്പോഴീ കാര്യം എന്റെ ഗൗരവം നോക്കി പിടികിട്ടും. ആ വീട്ടിലേക്ക് ഒരാൾ ചെല്ലുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരൊറ്റ മനുഷ്യൻ ചുങ്കക്കാരന്റെ വീട്ടിൽ പോവുകയല്ല. അത്രയ്ക്ക് വെറുക്കപ്പെട്ട വർഗമാണ് അവർ. കർത്താവ് പറയാ, ഞാൻ വരാൻ പോവുക വീട്ടിലോട്ട്. ഞാൻ പറയാൻ വന്ന അതല്ല. കർത്താവ് വരുന്ന കണ്ടപ്പോൾ അവൻ ജീവിതത്തിൽ വന്ന ക്രമീകരണങ്ങൾ കണ്ടോ? ഞാൻ വല്ലവന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റി എന്റേതല്ലാത്തത് എന്റെ പോക്കറ്റ് വന്നിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടി മടക്കി കൊടുക്കാൻ ഞാൻ തീരും. കർത്താവ് ഈ കാര്യം വല്ലതും പറഞ്ഞോ? ഇല്ലല്ലോ. നീ എത്രയാണ് അവന്റെ നീ മേടിച്ചത്? നീ അത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ വീട്ടിൽ വരാം, ഇത് വല്ലതും പറഞ്ഞോ? ഇല്ല. ദൈവസാന്നിധ്യം വന്നപ്പോഴേ വ്യക്തിപരമായ ജീവിതത്തിൽ വരുത്തേണ്ട ക്രമീകരണങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞു. സ്തോത്രം. അതുകൊണ്ട് ദ വേർഡ് അഡോനായി എന്ന് പറഞ്ഞാൽ ദൈവം വരുത്തുന്ന ക്രമീകരണങ്ങൾ. എഫെസ്യസിലെ സഭയോട് ദൈവം പറഞ്ഞ ദൂത് എന്താണ്? അവർക്ക് വരുത്തേണ്ട ക്രമീകരണം എന്താണ്? എഫെസ്യ ലേഖനം നമ്മൾ പഠിക്കണം. ഫിലിപ്പിയ സഭയോട് പറഞ്ഞപ്പോൾ അവർ വരുത്തേണ്ട ക്രമീകരണം എന്താണ്? കൊലോസ്യ സഭയ്ക്ക് വരുത്തേണ്ട ക്രമീകരണം. കാരണം ദുരുപദേശങ്ങൾ, നോസിസം, ജ്ഞാനവാദം വല്ലാതെ കയറി വ്യാപരിച്ച ചർച്ചയാണല്ലോ കൊലോസ്യ സഭ. ലേഖനങ്ങളിൽ വീണ്ടും വീണ്ടും പെട്ടെന്ന് ആവർത്തിച്ച് വായിക്കാൻ തോന്നുന്ന ഒരു ലേഖനമാണ് കൊലോസ്യ സഭയ്ക്ക് പൗലോസ് എഴുതിയ ലേഖനം. എനിക്ക് ഓർക്കുമ്പം വിശ്വസിക്കാൻ പറ്റില്ല. കാരണം പൗലോസ് ഒരിക്കൽ പോലും പോയിട്ടില്ലാത്ത സഭയാണ് കൊലോസ്യ സഭ. അവിടെ ഉള്ളവരെ കണ്ടിട്ടില്ല. പക്ഷെ അവർക്ക് എഴുതിയിരിക്കുന്ന ലേഖനം കണ്ടാൽ ഒരു 100 വർഷമായിട്ട് അവരുടെ കൂടെ താമസിക്കാൻ തോന്നിപ്പോവും. പൗലോസ് അവിടെ പോയിട്ടില്ല, കൊലോസ്യ സഭയിലുള്ള ആൾക്കാരെ കണ്ടിട്ടുമില്ല. പക്ഷെ അവർ വരുത്തേണ്ട ക്രമീകരണങ്ങൾ വളരെ വിശദമായി കൊലോസ്യ സഭയ്ക്കുള്ള ദൂത്. തെസ്സലോനിക്കയിലുള്ളവരെ വിശുദ്ധന്മാരെ ഉറപ്പിക്കാൻ പൗലോസ് എഴുതുന്ന ലേഖനം, അതാണ് നമ്മൾ ആദ്യമായി പഠിക്കാൻ തെസ്സലോനിക്ക ലേഖനം. കാരണം ഈ സഭാചരിത്രം പഠിച്ചാൽ ഇതുപോലെ പീഡയിലൂടെ കടന്നു പോയൊരു സഭ തെസ്സലോനിക്ക സഭ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത്രയ്ക്കും കൊടിയ പീഡയിലൂടെ പോയവരാണ് തെസ്സലോനിക്ക സഭ. നമ്മൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പഠിക്കുമ്പോൾ ഞാൻ കുറച്ചുകൂടെ വിശദമാക്കി തരാം. ഒരുപാട് പീഡയിലൂടെ. പക്ഷെ അവരോട് പറയുന്ന ഒരു വാചകമുണ്ട്. നിങ്ങൾ ആ തെസ്സലോനിക്ക 1-ാം ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് ആരെങ്കിലും.
തെസ്സലോനിക്കർ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാമത് വാക്യം. ദൈവവും പിതാവുമായവന്റെ സന്നിധിയിൽ ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ഒന്നുകൂടെ ഫോണോട് അടുത്ത് നിന്ന് വായിക്കാമോ? ക്ലിയർ ആകുന്നില്ല. മ്യൂട്ട് ആയിപ്പോ. ഓക്കെ, അൺമ്യൂട്ട് ചെയ്ത്. നമ്മുടെ ദൈവവും പിതാവുമായവന്റെ സന്നിധിയിൽ ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവിനോടും ബഹുനിശ്ചയത്തോടും കൂടെയായിരുന്നു. ഞങ്ങളുടെ വചനമേ വെറും വചനമായിട്ട് മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും അതിലുപരി ബഹുനിശ്ചയത്തോടും കൂടെയായിരുന്നു. അടുത്ത വാക്ക്, നിങ്ങളുടെ അടുക്കൽ വന്നത് നിങ്ങളുടെ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരുന്നുവെന്നും അറിയുന്നുവല്ലോ. അടുത്തത്, ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. ഞങ്ങൾ ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. മതി, താങ്ക് യു. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും അധികം പീഡയിലൂടെ കടന്നുപോയ സഭയാണ് തെസ്സലോനിക്ക സഭ. പൗലോസ് പറയാ, ഒരു കഷ്ടമൊന്നല്ല, ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. പൗലോസ് പറയാ, ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, പിന്നെയോ ശക്തിയോടും പരിശുദ്ധാത്മാവോടും, അടുത്തത് ബഹുനിശ്ചയത്തോടും കൂടെ. ദൈവദാസന്മാർ, ശുശ്രൂഷകന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് പറഞ്ഞു. ഒന്ന്, ഞങ്ങളുടെ വചനം എങ്ങനെയായിരുന്നു? ഞാൻ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കുന്നത്, ഒന്ന് ശക്തിയോടെയാണ്, രണ്ട് പരിശുദ്ധാത്മാവോടെയാണ്, മൂന്ന് ബഹുനിശ്ചയത്തോടെ. മതി 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 മതി. ശക്തിയോടെ, പരിശുദ്ധാത്മാവോടെ, ബഹുനിശ്ചയത്തോടെ. ദൈവവചന ശുശ്രൂഷയിൽ വചനം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി ശ്രദ്ധിക്കേണ്ട മൂന്ന് പ്രധാന കാര്യങ്ങൾ കണ്ടോ. ഒന്ന് ശക്തിയോടെ, രണ്ട് പരിശുദ്ധാത്മാവോടെ, മൂന്ന് ബഹുനിശ്ചയത്തോടെ. ചിലർ പറയുന്നില്ല, ഒന്നുകൂടെ വായിച്ചാട്ടെ, ഒന്നുകൂടെ വായിച്ചാട്ടെ, അതെ ഒരിക്കൽ കൂടെ വായിച്ചാട്ടെ. ചിലർ ഈ കുറിവാക്യം പോലും കാണാതെ പഠിക്കുകയല്ല. ഞാൻ എപ്പോഴും പറയും, ക്ലാസ് എടുക്കുമ്പോഴൊക്കെ പറഞ്ഞൊരു കാര്യമാണ്, പാസ്റ്റർമാരുടെ കാര്യം. അപ്പൊ നിങ്ങൾക്ക് സന്തോഷിക്കാം. നമ്മളൊരു പ്രസംഗത്തിനോ വചന ശുശ്രൂഷയ്ക്കോ തയ്യാറാകുമ്പോൾ കഴിയുന്നത്ര അതിനോട് ചേർന്നുള്ള വാക്യങ്ങളെല്ലാം നമ്മൾ ഹൃദയസ്ഥമായിരിക്കണം. ഇനി അതിന് പറ്റിയില്ലെങ്കിലും കുറഞ്ഞ പക്ഷം കുറിവാക്യമെങ്കിലും നമുക്ക് ബൈ ഹാർട്ട് ആയിരിക്കണം. അത് വായിച്ചു കഴിയുമ്പോൾ അത് ഒന്നുകൂടെ അവിടെ നാം നോക്കുമ്പോൾ അവിടെ കാണുവാൻ തക്കവണ്ണമായി ഇടയായിത്തീരുന്നത്. എന്നെ അതിന് മാത്രമേ തക്കവണ്ണം പൊക്കവണ്ണം ഇരിക്കുന്നത്. സ്വോത്രം. അതൊന്നേ വഴിക്ക് തപ്പിക്കൊണ്ട് വന്നേ. വീട്ടിലിരുന്ന് വായിക്കാനോ ധ്യാനിക്കാനോ ഒരുങ്ങാനോ ഒന്നും സമയം കിട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ ഡയലോഗ് അടിക്കും, നിങ്ങൾ പ്രാർത്ഥിച്ചോണം, എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ദൈവം തരുന്നതാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അങ്ങനല്ല ഇത്. നമ്മളോട് പറയാനുള്ള നിത്യത വരെയുള്ള മുഴുവൻ കാര്യം എഴുതി നമ്മുടെ ഭാഷ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. നമ്മൾ സമാധാനത്തോടെ എവിടെയെങ്കിലും ശകലനേരം വേറിട്ടിരുന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങി വേണം ശുശ്രൂഷയ്ക്ക് പോകാൻ. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ഇത് ഞാൻ പറഞ്ഞല്ല, കർത്താവ് കാണിച്ചെന്ന മാതൃകയാണ്.
കർത്താവ് അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെന്നേ. നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം എടുത്തേ, 21 മുതൽ ഒന്ന് വായിച്ചേ. ഉം 12 കുട്ട നിറച്ചെടുത്തു. ആ ആര് കേൾക്കുന്നില്ല? മുമ്പത്തെ പോലെ വായിക്കാമോ? കേൾക്കുന്നില്ല. ആ വായിച്ചോ. തിന്നവരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ ഏകദേശം 5000 പുരുഷന്മാർ ആയിരുന്നു. ആദ്യം മുതൽ വായിക്കാമോ? 21-ന്റെ ശേഷിച്ച കഷ്ണം 14-21 മുതൽ വേണം. എല്ലാവരും തിന്ന് തൃപ്തരായി ശേഷിച്ച കഷ്ണം 12 കുട്ട നിറച്ചെടുത്തു. തിന്നവരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ ഏകദേശം 5000 പുരുഷന്മാർ ആയിരുന്നു. ഓക്കെ, ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുൻപായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനി മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ താങ്ക് യു. ഞാൻ അവിടെ മുതൽ വായിപ്പിച്ചെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് അങ്ങനെ വായിപ്പിച്ച്. നിങ്ങൾ നോക്കിക്കേ, പ്രാർത്ഥന ഒരിക്കലും അനിവാര്യമാണോ എന്ന് പറയാനായിട്ടാ. ഇവിടെ ജനത്തിന് മുമ്പേ പറഞ്ഞതുപോലെ ഉണ്ടായിരുന്ന അപ്പം മുഴുവൻ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് എല്ലാവർക്കും കൊടുത്ത് 12 കൊട്ടം മിച്ചവും കിട്ടി. ശിഷ്യന്മാരെല്ലാം ഓരോ കൊട്ട അപ്പമായിട്ട് നിൽക്കുമ്പോൾ കർത്താവ് പറഞ്ഞ അപ്പം അവിടെ വെച്ച് പടകിൽ കയറാൻ അക്കരയ്ക്ക് പോകാൻ അവരെ നിർബന്ധിച്ചെന്ന. അതെന്നാ നിർബന്ധിക്കേണ്ടായിട്ട് വന്നത്? അപ്പവും കൊട്ടയിരിക്കല്ലേ, അതുകൊണ്ട് വീട്ടിലോട്ട് പോകണോ അക്കരയ്ക്ക് പോകണോ? അതാ വിഷയം. നമ്മൾ ഈ അക്കരെ പോകാൻ മടിക്കുന്നതിന്റെ എല്ലാം കാരണറിയാമോ? നമ്മുടെ അപ്പത്തിന്റെയും കൊട്ടയുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. ഇപ്പൊ ഈ അക്കരെ പോകണമെന്ന് താല്പര്യം ഇല്ലാത്തത്. ചുമ്മാ പാടുന്നുള്ളൂ, അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, പാടുന്നു മാത്രമേ ഉള്ളൂ. ആകെ അക്കരെ പോന്ന് പറഞ്ഞാൽ ഇക്കരെന്ന് പമ്പയാറിന്റെ അക്കരയോട്ട് പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പാലം ഉള്ളത് കൊണ്ട് അതാണ് ഈ അക്കരെ പോക്ക്. സ്വോത്രം. അല്ലാതെ ഒരു പോക്കിന് വേണ്ടി നമ്മൾ ആരും റെഡി ആകുന്നില്ല. പോട്ടെ, ഞാനത് പറഞ്ഞ് വിഷമിപ്പിക്കാനായിട്ടല്ല. ഇവരെ നിർബന്ധിച്ചു, അവരെ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നില്ല. ഇവരോട് അക്കരയ്ക്ക് പോകാൻ വേണ്ടി കർത്താവ് എന്തോ ചെയ്യാൻ പോയെന്ന് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിലേക്ക് കയറിപ്പോയി. അതെന്താ? തൊട്ടു മുമ്പ് താൻ ചെയ്തത് എന്താണ്? തന്റെ തിരുവായി മൊഴിഞ്ഞുള്ള അരുളപ്പാടുകൾ കേട്ട വിശന്ന ജനത്തിന് കയ്യിൽ കിട്ടിയ അപ്പം എടുത്ത് ദൈവത്തെ വാഴ്ത്തി വർദ്ധിപ്പിച്ച് ശിഷ്യന്മാരുടെ പക്കൽ കൊടുത്ത് 1000-കണക്കിന് 10000-കണക്കിന് ആളുകൾ തിന്ന് തൃപ്തരായി. ശേഷിച്ച അപ്പം എല്ലാം ശേഖരിച്ചപ്പോൾ 12 കൂട്ടം മിച്ചം കിട്ടുകയും ചെയ്തു. പക്ഷെ അടുത്ത ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുമ്പോൾ കയ്യിൽ കിട്ടിയ 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ച ആ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ടല്ല കർത്താവ് അടുത്ത ശുശ്രൂഷയ്ക്ക് പോകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അടുത്ത ശുശ്രൂഷയ്ക്ക് പോകുന്നതിന് മുൻപ് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിലേക്ക് കയറിപ്പോയി. അതെന്താ? 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു കഴിഞ്ഞപ്പോ ആ ഉണ്ടായിരുന്ന കൃപ എന്താ? ചോർന്നു പോയോ? പിന്നെ ഇപ്പൊ ഉടനെ പ്രാർത്ഥിക്കണം നിർബന്ധം? 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതിന്റെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ടല്ല അടുത്ത ശുശ്രൂഷയ്ക്ക് കർത്താവ് പോകുന്നത്. അടുത്ത ശുശ്രൂഷയ്ക്ക് പോകുന്നതിന് മുൻപായി തനിയെ പ്രാർത്ഥിപ്പാൻ മലയിലേക്ക് കയറിപ്പോയി. ശിഷ്യന്മാർ അക്കരയ്ക്ക് പോകുകയാ. കരയ്ക്ക് നിന്നും പടക് ഏതാണ്ട് കടൽ നടുവിലെത്തിയപ്പോൾ കാറ്റും കോളുമായി ശിഷ്യന്മാരാകുന്ന നോക്കി നടന്നില്ല. പടകിന് എതിരിക്കാൻ കഴിഞ്ഞില്ല. ഏതാണ്ട് ആ നടുക്കടലിൽ ശിഷ്യന്മാർ അവിടെ അവസാനിക്കുമെന്ന് തോന്നി. തണ്ടു വലിച്ച് അവർ വിഷണ്ണരായി രക്ഷപ്പെടാൻ മാർഗമില്ലാതെ
പടകം മുങ്ങി ചാകുന്ന സ്ഥിതി വന്നപ്പോൾ 4-ാം യാമത്തിങ്കിൽ യേശു മലമുകളിൽ നിറങ്ങി കടലിന് മീതെ നടന്ന് അവരുടെ അടുക്കൽ ചെന്നു. കാര്യം വല്ലതും മനസ്സിലായോ? തൊട്ട് മുമ്പ് വന്ന ജനത്തിന് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ആ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ടല്ല അടുത്ത ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് ഇറങ്ങിയത്. അടുത്ത ശുശ്രൂഷ ചെയ്യുന്നതിന് മുൻപായി വേറിട്ടിരുന്ന് പിതാവിനോട് പ്രാർത്ഥിച്ച് ദൈവശക്തിയും ദൈവകൃപയും ഏറ്റെടുത്തുകൊണ്ടാണ് അടുത്ത ശുശ്രൂഷയ്ക്ക് കർത്താവ് പോലും പോയത്. നമ്മൾ പ്രാർത്ഥിച്ച് ഒരാളുടെ തലവേദന മാറിയ പിന്നെ നമ്മൾ രോഗശാന്തി ശുശ്രൂഷകനായില്ലേ? പിന്നെ ബുക്കിംഗ് ആയി, നമുക്ക് അസിസ്റ്റന്റ് സെക്രട്ടറിമാരായി, പിന്നെ ഇല്ലാത്ത ഇടപാടൊന്നുമില്ല. സ്തോത്രം. അപ്പൊ നിങ്ങൾക്കൊരു ചിന്തയുണ്ട്, കൃപാവരമുള്ളവരോട് ഷാജിപ്പാസക്ക് എതിർപ്പാണ്. ഞാൻ അങ്ങനെ അല്ല പറഞ്ഞേ. കർത്താവ് കാണിച്ച രീതി ഞാൻ ചൂണ്ടിക്കാണിച്ചെന്നേ ഉള്ളൂ. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച എക്സ്പീരിയൻസ് വെച്ചുകൊണ്ടല്ല കർത്താവ് അടുത്ത ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയത്. കണ്ടോ, ശിഷ്യന്മാരാകെ രക്ഷപ്പെടാൻ ഒരു മാർഗമില്ലാതെ ആകെ ഭയരായി നിൽക്കുകയാ. 3 യാമങ്ങളും വൻതിരയിൽ മുങ്ങുമാറായി വലയുകിലും, 3 യാമങ്ങളും വൻതിരയിൽ മുങ്ങുമാറായി വലയുകിലും, മുറ്റും കടൽ മീതെ 4-ാം യാമത്തിങ്കൽ ഉറ്റ സഖിയവൻ വന്നിടും തീർച്ചയായി. ഭക്തരിൻ വിശ്വാസ ജീവിതം പോൽ ഇത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഭക്തരിൻ വിശ്വാസ ജീവിതം പോൽ ഇത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? കണ്ടോ, 3 യാമത്തിലും പടക് നിയന്ത്രിക്കാൻ വലഞ്ഞ് കുഴഞ്ഞു നിൽക്കുന്ന ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് കർത്താവ് 5 അപ്പം കൊണ്ട്, നിങ്ങൾ കണ്ടില്ലേ 5 അപ്പം കൊണ്ട് എത്ര എണ്ണത്തിന് കൊടുത്ത? ഞാനാ കൂടെ ഉള്ള, ഒന്നും പേടിക്കണ്ട, പടകി വേളയിൽ ഞാൻ അപ്പം തരാമെന്നും പറഞ്ഞു ചാടി ചെല്ലുകയല്ലായിരുന്നു. ആരംഭത്തിലെ അവസാനം അറിയുന്ന കർത്താവിന് ശിഷ്യന്മാരുടെ യാത്ര പ്രശ്നമുണ്ടാകുമെന്നും കാറ്റും കോളും ഉണ്ടാകുമെന്നും പ്രതിബന്ധം ഉണ്ടാകുമെന്ന് അറിയാവുന്ന കർത്താവ് അതിലിറങ്ങി പുറപ്പെടുന്നതിന് മുന്നമേ വേറിട്ടിരുന്ന് പ്രാർത്ഥിച്ച് പിതാവിനോടൊപ്പം സമയം ചെലവഴിച്ചിട്ടാണ് അടുത്ത ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയത്. മനസ്സിലായോ? സ്തോത്രം. അതുകൊണ്ടാണ് പലപ്പോഴും ശിഷ്യന്മാരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് രാത്രി മുഴുവനും ഒരു മലയിൽ പോയിരുന്നു പ്രാർത്ഥിച്ച് പിതാവിനോടൊപ്പം സമയം ചെലവിടുക. സ്തോത്രം. ഓരോ ദിവസവും അടുത്ത നിമിഷം ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി, ദൈവശക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാണ് പുത്രൻ മുന്നോട്ട് നീങ്ങിയത്. പ്രിയമുള്ളവരെ, വാഴ്ത്തപ്പെട്ട കർത്താവിന് ഓരോ ശുശ്രൂഷയ്ക്ക് മുമ്പും പ്രാർത്ഥന എത്ര അനിവാര്യമായിരുന്നെങ്കിൽ നമ്മളോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, പോണ പോക്കിന് 1000 പ്രസംഗക്കുറിപ്പിനകത്തൊന്ന് 5 പോയിന്റ് എടുത്തോണ്ട് നീ ശുശ്രൂഷയ്ക്ക് പോകരുത്. സ്തോത്രം. ഇപ്പൊ പിന്നെ എളുപ്പമുണ്ട് അങ്ങനെ. ഇപ്പൊ ഒരിടയ്ക്ക് വേണ്ടി 1500 പ്രസംഗക്കുറിപ്പിനകത്തുണ്ട്. ഇപ്പൊ പിന്നെ അതെല്ലാം പോയിട്ട് ഇപ്പം ഇഷ്ടം പോലെ മെസ്സേജുകൾ ഇങ്ങനെ യൂട്യൂബിനകത്ത് കിട്ടുന്ന ഒരാളുടെ പ്രസംഗം അടിച്ചു മാറ്റിക്കൊണ്ടങ്ങ് പോയാൽ മതിയല്ലോ. സ്തോത്രം. അങ്ങനെയുണ്ട്. ദൈവം തന്നൂതാന്ന് പറഞ്ഞാൽ മതി. ദൈവം തന്നതാണല്ലോ. സ്തോത്രം. ഞാൻ പറഞ്ഞു വല്ലതും മനസ്സിലായോ? പൗലൂസ് പറയുകയാണെ, ഞങ്ങളുടെ ശുശ്രൂഷയെ കേവലം വചനമായിട്ടല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവിന്റെ നിറവോടും പിന്നെ വളരെ നിശ്ചയമുള്ളവരായി, അങ്ങനാണ് ഞങ്ങൾ ശുശ്രൂഷിച്ചത്. ക്ലാസ് ആയതുകൊണ്ട് ദൈവജനം പങ്കിടുന്ന കർത്തദാസന്മാർ അവർ ശുശ്രൂഷിക്കുന്ന ദൈവജനം സംബന്ധിച്ച് നല്ല നിശ്ചയവും അറിവും ഒക്കെ ഉള്ളവരായി വെറുതെ ജനത്തെ കൊണ്ട് വായിപ്പിച്ച് അവരെ കൊണ്ട് ബന്ധപ്പെടാൻ. എന്നാൽ വായിക്കേണ്ട വാക്യങ്ങൾ ജനത്തെ കൊണ്ട് വായിപ്പിക്കണം, വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ആ വാക്യങ്ങൾക്ക് നമുക്ക് നിശ്ചയം ഉണ്ടായിരിക്കണം. ശുശ്രൂഷിക്കുന്ന ആളിന് ആ വചനം സംബന്ധിച്ച് നല്ല ഗ്രാഹ്യമുള്ളവരായിട്ട് വേണം വചന ശുശ്രൂഷയിൽ മുന്നോട്ട് നീങ്ങാൻ. ഞാൻ പറഞ്ഞു വന്നത്, ഡെബാർ അഡോനായ് എന്ന വാക്കിന്റെ അർത്ഥം ദൈവം വരുത്തുന്ന ക്രമീകരണങ്ങൾ. എവിടെ? ഞാൻ ഒറ്റ കാര്യം ഇപ്പൊ പറഞ്ഞുള്ളൂ. ഒരു വ്യക്തിയിൽ ദൈവം വരുത്തുന്ന ക്രമീകരണങ്ങൾ. 2, സമൂഹത്തിൽ ദൈവം വരുത്തുന്ന ക്രമീകരണം.
വചനത്തിന് സമൂഹത്തിൽ വലിയ ക്രമീകരണം വരുത്താൻ പറ്റും. ഞാനിപ്പോ അതിനെക്കുറിച്ച് വിസ്തരിച്ചു പോകുന്നില്ല. അങ്ങനെ പോയാൽ നമുക്കതൊരു വേറെ രീതിയിലായി പോകുന്നത് കൊണ്ട് ഞാൻ ഒരു വ്യക്തിയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഒരുപാടായിപ്പോയി. ഒരു വ്യക്തിയിൽ ദൈവം വരുത്തുന്ന ക്രമീകരണം, 2 സമൂഹത്തിൽ ദൈവം വരുത്തുന്ന ക്രമീകരണം, 3 ഒരു പ്രസ്ഥാനത്തിൽ ദൈവം വരുത്തുന്ന ക്രമീകരണങ്ങൾ. പ്രസ്ഥാനത്തിലൊക്കെ ദൈവം ക്രമീകരണം വരുത്തുവോ? വരുത്തും, ദൈവത്താലുള്ളതാണെങ്കിൽ. ഇപ്പൊ പിന്നെ എല്ലാ പ്രസ്ഥാനത്തിനകത്തും നല്ല ക്രമീകരണമാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വോത്രം, മിണ്ടാൻ മേലെന്നേ ഉള്ളു. ഇപ്പൊ പഴമക്കാര് പറയാറുണ്ടല്ലോ, തൊണ്ടയെ പുഴുത്താ വിഴുങ്ങാനേ പറ്റുള്ളൂ. ഇത് തൊണ്ടയെ പഴുക്കില്ലായിരുന്നു, തൊണ്ട തന്നെയാ പഴുത്തിരിക്കുക. ഇപ്പൊ തൊണ്ടയിൽ പഴുക്കുകയല്ലായിരുന്നു, തൊണ്ട തന്നെയാ പഴുത്തു പോയി ഇപ്പൊ. അതുകൊണ്ട് ആരോടും ഒന്നും മിണ്ടുന്നില്ല. പക്ഷെ ദൈവത്താലുള്ളതാണെങ്കിൽ പ്രസ്ഥാനത്തിനകത്തും ദൈവം ക്രമീകരണങ്ങൾ വരുത്തും. സാഹചര്യങ്ങളിൽ ദൈവം വരുത്തുന്ന ക്രമീകരണം, സാഹചര്യങ്ങൾക്കകത്തും ദൈവത്തിന് പല ക്രമീകരണവും വരുത്താൻ പറ്റുമെന്നല്ല, വചനം കേൾക്കുമ്പോൾ സാഹചര്യത്തിനകത്തും ക്രമീകരണം വരണം. ഡിസോർഡറായി കിടക്കുന്നതിനെ ഒക്കെ ഓർഡറിൽ കൊണ്ടുവരുന്നതാണ് തിരുവെഴുത്ത്. കൊരിന്ത്യരോട് പറയുമ്പോൾ സകലവും ക്രമവും ഉചിതവുമായി നടക്കട്ടെ. കൊരിന്ത്യലേഖനത്തെ മുഴുവൻ ഓർഡറേ പറയാനുള്ളൂ. അക്കാരണം കൊരിന്ത്യസഭയിൽ എല്ലാം ഡിസോർഡർ ആയിരുന്നു. അതിനെ ഓർഡറിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കൊരിന്ത്യർക്ക് ആ ലേഖനം എഴുതുന്നത് തന്നെ. ക്ലിയർ ആകുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇതൊക്കെ ദൈവം വരുത്തുന്ന ക്രമീകരണങ്ങൾ. അതാണ് വിശുദ്ധ തിരുവെഴുത്ത്. ജീവനുള്ള ദൈവവചനം എന്തു ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും ദൈവവചനം കേൾക്കുമ്പോൾ എന്നോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരു വാചകം കൂടെ പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ സന്ദേശം കേൾക്കുമ്പോൾ എന്റെ ജീവിതത്തിന്റെ ഏത് ഭാഗത്താണ് ക്രമീകരണം വരുത്തേണ്ടതായിട്ടുള്ളത്? ആ ക്രമീകരണം വരുത്താൻ ഞാൻ തയ്യാറാണ്, അതിനായിട്ട് എന്നോട് ഇടപെടണമേ എന്ന് വേണം പറയാൻ. മനസ്സിലായല്ലോ? അല്ലാതെ എന്റെ വിഷയത്തിന്റെ മേൽ ഇന്നൊരു ദൈവശബ്ദം സംസാരിക്കാൻ ദൈവം താല്പര്യമുണ്ടെങ്കിൽ ദൈവം സംസാരിക്കും. ചിലപ്പോൾ ഒരു വിഷയത്തിൽ ദൈവം തമ്മിൽ സംസാരിക്കുന്നില്ലായിരിക്കാം. എപ്പോഴും പ്രാർത്ഥിക്കാൻ അന്നേരം തന്നെ മറുപടി കിട്ടണമെന്നുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. ഏലിയാവ് പ്രാർത്ഥിച്ചില്ലേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലതൊന്നുമല്ല, എന്നെ അങ്ങ് എടുത്തോളാൻ. ഓക്കെ, ഞാൻ നിന്റെ പ്രാർത്ഥന ഇപ്പൊ തന്നെ എടുക്കാൻ പോവാൻ തീരുമാനിച്ചോ? ഏതായാലും ഏലിയാവിനെ പോലെ വലിയ ആൾക്കാരൊന്നും അല്ലല്ലോ, നമ്മളാണോ? അല്ല. ഏലിയാവ് പ്രാർത്ഥിച്ച ഞാൻ അത്ര നല്ലവനൊന്നും അല്ല, എന്നെ ഇപ്പൊ തന്നെ എടുത്തോളാൻ പറഞ്ഞു. ദൂതം വന്നിച്ച് പറയും, ഏലിയാവ് നിനക്ക് ഇവിടെ എന്ത് കാര്യം? നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട്. ഞാൻ പലപ്പോഴും ഓർക്കുക, ഇങ്ങനെ പ്രാർത്ഥിച്ച ഏലിയാവിനെ എങ്ങനെ കൊണ്ടുപോകാനാ ദൈവം പ്ലാൻ ചെയ്ത് വെച്ച? ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ല, എന്നെ അങ്ങ് എടുത്തു എന്ന് പ്രാർത്ഥിച്ച ഏലിയാവിനെ ദൈവം ലാസ്റ്റ് കൊണ്ടുപോയത് എങ്ങനെ? സ്തോത്രം. ഇങ്ങനെ നമുക്കും പറ്റുന്നത്. ദൈവം നമ്മളെ കുറിച്ച് എത്രയോ വലിയ കാര്യമാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതറിയാതെയാണ് പലപ്പോഴും നമ്മളും പലതും മുഷിഞ്ഞൊക്കെ അങ്ങ് പറ്റി. ഇനിയിപ്പോ ദൈവത്തിന്റെ ഗതി എന്താണാവോ നടക്കട്ടെ. കാരണം നമ്മൾ ഉദ്ദേശിച്ചപ്പോൾ നടന്നില്ല. ഉടനെ അവസാനം ലാസ്റ്റ് പിന്നെ പറയും, ഇനി ദൈവത്തിന്റെ ഗതി എന്താണാവോ നടക്കട്ടെ, ഞാൻ ബലമൊന്നും പിടിക്കുന്നില്ല, ഇനി ദൈവത്തിന് വിട്ടേക്കുക എന്ന് പറഞ്ഞാൽ ഇത്ര നേരം ഞാൻ പിടിച്ചു നോക്കി നടന്നില്ല, ഇനി ദൈവത്തിന് വിട്ടേക്കുക, അതേ നടക്കുള്ളൂ. സ്തോത്രം. ഞാൻ അതിനെക്കുറിച്ചൊന്നും മോശമായിട്ട് പറഞ്ഞതല്ല. ദൈവം വരുത്തുന്ന ക്രമീകരണങ്ങൾ, അതാണ് ദൈവവചനം എന്ന് പറഞ്ഞാൽ. ഫ്രം ഡിസോർഡർ ടു ഓർഡർ, അതാണ് വചനം ചെയ്യുന്നത്. ഈ വചനം കേൾക്കുമ്പോൾ ആ കേൾക്കുന്ന അതേപടി ഉൾക്കൊണ്ട് അത് അങ്ങനെ തന്നെ എല്ലാവരും അനുസരിക്കണമെന്നൊന്നും നമ്മൾ നിർബന്ധം പിടിച്ചാൽ ഒക്കുകയില്ല. ആ വചനം ഉള്ളിൽ ക്രിയ ചെയ്യുമ്പോഴാണ് അതനുസരിക്കാൻ തോന്നുക. അതൊരു യാഥാർത്ഥ്യം കേട്ടോ. നമ്മൾ പറയുന്ന വചനം, അല്ലെങ്കിൽ നമ്മൾ വചനം ശുശ്രൂഷിക്കുകയാണെങ്കിൽ ആ കേൾക്കുന്ന വചനം ഒരുപക്ഷെ പെട്ടെന്ന് കേൾക്കുന്ന വ്യക്തികളിൽ പ്രതിഫലം ഒരുപക്ഷെ കണ്ടുവരില്ല. പക്ഷെ നിരാശപ്പെടേണ്ട, ആ വിത്ത് അകത്ത് വീണിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് മുള പൊട്ടും, അത് അതിന്റെ പ്രവൃത്തി ചെയ്യും. ഞാൻ പറഞ്ഞത്
ഇൻസ്റ്റന്റ് ആയിട്ടൊന്നും കണ്ടില്ല എന്ന് കരുതി വചനം ഒന്നും ചെയ്തില്ല എന്നുള്ള ചിന്ത നമുക്ക് വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഈ ദൈവമാണല്ലോ ക്രമീകരണങ്ങൾ വരുത്തുന്നത്. ഞാൻ അതിന് കുറെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാം പറ്റും ഞാൻ പറയുന്നില്ല. നമുക്ക് വളരെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒന്നുണ്ട് കാര്യങ്ങൾ. ഇത്രയും ഞാൻ ഓർപ്പിച്ചല്ലോ. ഏതെല്ലാം മേഖലയിലാണ് ദൈവം ക്രമീകരണം വരുത്തുന്നത്? വ്യക്തിയിലും സമൂഹത്തിലും സഭയിലും ഒക്കെ ദൈവത്തിന്റെ ക്രമീകരണങ്ങൾ വരുത്താനായിട്ടുണ്ട്. വെളിപ്പാട് ദിവസം നോക്കിക്കഴിഞ്ഞാൽ സഭയ്ക്കകത്ത മുഴുവൻ ക്രമീകരണവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? യെസ്. സഭയ്ക്ക് നടുവിൽ കർത്താവ് ഉലാവുന്ന രംഗമാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ 1-ാം അധ്യായത്തിൽ കാണുന്നല്ലേ. 2-3 അധ്യായത്തിൽ 7 സഭകളോടുമുള്ള ദൈവത്തിന്റെ ദൂത, ദൈവം വരുത്തുന്ന ക്രമീകരണമുള്ള പോയിന്റാണ് ഞാനിപ്പോ പറയുന്നത്. 1-ാമത്തെ സഭ എഫെസോസ് സഭ. ആ പദത്തിന്റെ അർത്ഥം തന്നെ കെട്ടഴിഞ്ഞു പോവുക, ലൂസായി പോവുക എന്ന്, അയഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ വലിച്ചു മുറുക്കി കെട്ടിയതാണ്, അത് ലൂസായി. കെട്ടഴിഞ്ഞു പോവുക. ഒരു കാലത്ത് വളരെ റിജിഡ് ആയിരുന്നതൊക്കെ ക്രമേണ ക്രമേണ അയഞ്ഞു വന്നു തുടങ്ങി. എന്തിനാ അത് വ്യാഖ്യാനിക്കുന്നത്? ഇന്നത്തെ സഭയുടെ കറക്റ്റ് ചിത്രമല്ല കാണുന്നത്. ഒരു കാലത്ത് ഏതെല്ലാം കാര്യങ്ങൾ വേണ്ട വേണ്ട, പാടില്ല പാടില്ല എന്നു പറഞ്ഞു, അതെല്ലാം ഇപ്പോ ആകാമെന്നുള്ള രീതിയിലേക്ക് സഭ മാറിക്കഴിഞ്ഞു. എന്തിനെല്ലാം പുറത്ത് നിർത്തിയോ അതെല്ലാം സഭയ്ക്കകത്ത് കയറും. സ്തോത്രം. ഇപ്പൊ വന്ന് ഇപ്പൊ അടുത്ത ഇലക്ഷനും നമ്മൾ ആൾക്കാർ നിൽക്കാൻ റെഡി ആയിട്ട് നിൽക്കുക. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാണെന്ന് പറഞ്ഞാലും ഒരു മെമ്പറോ MLA ഒക്കെ അത് തന്നെ കുഴപ്പം. സ്തോത്രം. എന്റെ ദേശം ഇവിടെയല്ല, ഈ ലോകം ശാശ്വതമല്ല, അതൊക്കെ പാട്ടിനകത്ത്. സ്തോത്രം. അതൊക്കെ പാട്ടിനകത്താ. എന്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, പിന്നെ ഇലക്ഷൻ നിൽക്കുന്ന എന്നാ കുഴപ്പം? സ്തോത്രം. ഞാന് മനസ്സിൽ പല കാര്യങ്ങൾ വരുന്നതുകൊണ്ടാണ് ഞാനിത് സ്റ്റക്കായി നിൽക്കുന്നത്, അല്ലാതെ നോട്ട് കയ്യിലില്ലാഞ്ഞിട്ടല്ല. സ്തോത്രം. പുറത്ത് നിർത്തേണ്ടതിനെ പുറത്ത് നിർത്താതെ, വേണ്ട അരുത് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയതെല്ലാം ഇന്നിപ്പോൾ സഭയ്ക്കകത്ത് കയറി. അതാണ് എഫെസോസ് സഭയ്ക്കും പറ്റിയത്. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ വിഷയം വിട്ട് പോകുന്ന തോന്നുമെങ്കിൽ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്നുള്ള ചിന്താഗതി. നിങ്ങൾ ശ്രദ്ധിച്ചോ? ദൈവം വരുന്ന ക്രമീകരണങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞും പൊളിഞ്ഞും ദേവാലയം വെന്ത് തകർന്നും കിടക്കുമ്പോൾ ബാബിലോണിൽ നിന്നും ആദ്യം സെരുബാബിൽ നേതൃത്വത്തിൽ ആൾക്കാർ വരുന്നു, നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ വരുന്നു, എസ്രാ ശാസ്ത്രിയുടെ നേതൃത്വത്തിൽ വരുന്നു. നമുക്ക് ആ ഭാഗമൊക്കെ അറിയാം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നെഹമ്യാവും കൂട്ടരും വന്നപ്പോൾ അവരാദ്യം ചെയ്ത് ആലയം പണിയുക എന്നുള്ളതല്ല, അവരാദ്യം ചെയ്ത് മതില് പണിതു. മനസ്സിലായോ? ആലയം രണ്ടാമത് പണിതാൽ മതി. ആദ്യം പണിതത് മതില. അതെന്താ? ദേവാലയത്തെ ലോകത്തെ തമ്മിൽ വേർതിരിക്കുന്ന മതിലാണ് അവരാദ്യം പണിതത്. ദൈവം വരുത്തുന്ന ക്രമീകരണത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രഥമമായി ചെയ്യേണ്ട കാര്യം ലോകത്തെയും നമ്മയും തമ്മിൽ വേർതിരിക്കുന്ന വേർപാടിന്റെ മതിൽ ആദ്യം പണിയണം. ദൈവം വരുത്തുന്ന ക്രമീകരണത്തിൽ നമ്പർ 1 കണ്ടോ, മതിലാദ്യം പണിയണം. സ്തോത്രം. മതിൽ അവര് പണിതു. മതില് പണിതപ്പോ ഒത്തിരി ആക്ഷേപമൊക്കെ കേൾക്കണ്ടാട്ടൊക്കെ വന്നു. ഒരു പട്ടി കയറിയാ താഴെ ഇടിഞ്ഞു പോകാനുള്ള മതിൽ നെഹമ്യാ പണി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയൊക്കെ ചെയ്തു. സ്തോത്രം. പക്ഷേ തിരിച്ചൊരു രഹസ്യമുണ്ട്.
ലോകത്തെയും ദേവാലയത്തെ തമ്മിൽ വേർതിരിച്ച് നിർത്തുന്ന മതിലാണ് അവരാദ്യം പണിത് തീർത്തത്. അതിന്റെ അർത്ഥം ഒരു ദൈവ പൈതൽ ആരാധന എന്ന് പറഞ്ഞ് ബഹളം വെക്കാതെ, ശകലനേരം ആരാധിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല, ഭയങ്കര ആരാധനയായിരുന്നു. മതിലോ മതിൽ പണിതിലോ കുഴപ്പം വല്ലതും ഉണ്ടോ? മതിൽ പണിതിലോ കുഴപ്പം വല്ലതും ഉണ്ടോ? ഉണ്ടെന്നേ പുസ്തകം പഠിക്ക്. ഈ പോയിന്റിൽ അവിടെ കിടക്കുക. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. നിങ്ങൾ കണ്ടോ, കർത്താവ് ശിഷ്യന്മാരുമായിട്ട് ചെല്ലുമ്പോൾ ഒരു വിലാപം, ഒരു യൗവനക്കാരൻ മരിച്ചു, അവനെ അടക്കം ചെയ്യാണ്ട് കൊണ്ടുവരിക. ആ കുഞ്ഞാത് അന്വേഷിച്ചപ്പോൾ പിടികിട്ടി, നയിൻ പട്ടണത്തിലെ വിധവയുടെ മകൻ മരിച്ചു. സ്തോത്രം. അവനെ അടക്കം ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുമ്പോഴാണ് കർത്താവ് അങ്ങോട്ട് ചെല്ലുന്നത്. അവരെ കണ്ടു. കർത്താവ് ആ മഞ്ചം തൊട്ടു. മരിച്ചവൻ ചാടി എഴുന്നേറ്റു. അമ്മയ്ക്ക് ഏക മകനായിരുന്നു, അവനെ തിരികെ കൊടുത്തു. ഒക്കെ നമുക്കറിയാം. നമ്മൾ ആ ഭാഗമൊക്കെയാ കൂടുതലും പഠിച്ചും വ്യാഖ്യാനിച്ചും പോയിട്ടുള്ളത്. പക്ഷേ ഇതിന്റെ മൂലകാരണം സംബന്ധിച്ച് നമ്മൾ ആരും അന്വേഷിച്ചു പോകാറില്ല. അവിടെ നിങ്ങൾ മനസ്സിലാക്കണ്ടേ, എന്താ നയിൻ പട്ടണത്തിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്ന കാര്യത്തിൽ കർത്താവ് ഇത്ര ശ്രദ്ധിക്കാൻ കാരണം? ഹാവ് യു എവർ തോട്ട് അബൌട്ട് ദിസ്? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശ്രദ്ധിക്കണം. എന്താ നയിൻ പട്ടണത്തിന്റെ പ്രത്യേകത? പറയാം. നിങ്ങൾ ഡിക്ഷണറി ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അടിച്ചു നോക്കണേ, അല്ലെങ്കിൽ എടുത്ത് നോക്കണേ, അപ്പൊ അറിയാം. നയിൻ അടിച്ചു നോക്കുമ്പോൾ കിട്ടും. അതിന്റെ കൊടുത്തിരിക്കുന്നത് ദോ ഇറ്റ് ഈസ് അൺവാൾഡ് ഇറ്റ് ഹാഡ് ഗേറ്റ്സ് എന്നാണ്. ദോ ഇറ്റ് ഈസ് അൺവാൾഡ് ഇറ്റ് ഹാഡ് ഗേറ്റ്സ്. അല്ല, മനസ്സിലായോ? ദോ ഇറ്റ് ഈസ് അൺവാൾഡ്, വാൾ ഇല്ല, ഗേറ്റ് ഉണ്ട്. ഭയങ്കര ഒരു ഗേറ്റ് പണിത് വെച്ചിട്ടുണ്ട്, മതിലില്ല. സ്തോത്രം. ഇതിൽ കൂടുതലൊക്കെ എങ്ങനെ ഞാൻ വെളിപ്പാട് പറയണ്ടേ? മനസ്സിലായോ? ഓരോന്നോരോന്ന് ഇറങ്ങിപ്പോകാൻ കാരണം ഇതാണെന്നാ കർത്താവ് പഠിപ്പിച്ചതിന്റെ അർത്ഥം. മനോഹരമായ ഒരു ഗേറ്റ് നയിൻ പട്ടണത്തിന്. എടാ, മതില് പണിയാതെ ഗേറ്റ് പണിത് വെച്ചുകൊണ്ട് എന്തോന്നു ഗുണം? അകത്തുള്ളതിന് പുറത്തു പോകാനും പുറത്തുള്ളതിന് അകത്ത് വരാനും യാതൊരു തടസ്സവും ഇല്ല. കാരണം ഗേറ്റേ ഉള്ളൂ മനോഹരമായിട്ട്. ഭിത്തി പണിതിട്ടില്ല, മതില് പണിതിട്ടില്ല. നിങ്ങൾ സ്വയം പഠിച്ചു നോക്കിയിട്ട് പറ. നമുക്ക് ഇത് തന്നെയാണ്. നമ്മുടെ ഗേറ്റ് കണ്ടാൽ ആരും നോക്കി നിന്ന് പോകും. ഗേറ്റേ ഉള്ളൂ, മതിലിന്റെ കാര്യം മിണ്ടുന്നേ ഇല്ല. യൗവനക്കാരെ കൊണ്ടുപോക്ക് കേട്ടോ. മനസ്സിലാകുന്നുണ്ടോ? വേർപാടിന്റെ മതിൽ, ലോകത്തെയും ആത്മീക ലോകത്തെയും തമ്മിൽ വേർതിരിക്കുന്ന വേർപാടിന്റെ മതിൽ, ലോകത്തെയും ജഡത്തെയും തമ്മിൽ വേർതിരിക്കുന്ന വേർപാടിന്റെ മതിൽ, വിശുദ്ധ ജീവിതവും ലൗകിക ജീവിതവും തമ്മിൽ വേർതിരിക്കുന്ന വേർപാടിന്റെ മതിൽ, അത് വിഷയമാക്കാതെ എല്ലാ വർഷവും ഗേറ്റിന് പെയിന്റ് അടിക്കുന്നുണ്ട്. ഗുണമെന്നറിയാമോ? സമൂഹത്തിനും ദൈവസഭയ്ക്കും പ്രയോജനപ്പെടേണ്ട തലമുറകളെ ചുമന്നുകൊണ്ട് പോകേണ്ട ഗതികേട് വരുന്നു. അതിന്റെ കാരണം ഗേറ്റേ ഉള്ളൂ, മതില് പണിതിട്ടില്ല. Praise the Lord. ദൈവം വരുത്തുന്ന ക്രമീകരണങ്ങൾ വരുത്തിയേ പറ്റൂ. ക്രമീകരണം വരുത്തിയേ പറ്റൂ. സ്തോത്രം. വ്യക്തിപരമായ ജീവിതത്തിലാണ്, സഭാ ജീവിതത്തിലാണല്ലോ. അതാ ഞാൻ പറഞ്ഞത്, എഫെസസ് സഭയുടെ ദൂത് പറയുമ്പോൾ ഒരു കാലത്ത് വളരെ റിജിഡായി, കൃത്യമായി, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പണ്ട് വർഷങ്ങൾക്ക് മുമ്പേ വിശ്വാസത്തിലേക്ക് വന്ന ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആ ജീവിതത്തിലെ ചിട്ടയും ഇപ്പോഴത്തെ ജീവിതം തമ്മിലൊന്ന് കണക്കാക്കി നോക്കിക്കേ.
അന്ന് എന്തിനോടെല്ലാം നോ പറഞ്ഞു, വേണ്ട എന്ന് പറഞ്ഞു മാറ്റി നിർത്തിയോ, അതെല്ലാം വേറെ രൂപത്തിൽ നിന്ന് സഭയ്ക്കകത്ത് കയറിയിട്ടുണ്ട്. എങ്ങനെയെല്ലാം നമുക്ക് ലോകത്തോട് താതാത്മ്യം പ്രാപിക്കാമോ അതെല്ലാം ചെയ്യാൻ ഒരുങ്ങി നിൽക്കുക ഇപ്പൊ സഭയും. വാക്യം പറഞ്ഞു, thou shalt not be conformed to this world. ഈ ലോകത്തോട് നീ താതാത്മ്യം പ്രാപിക്കരുത്, അനുരൂപപ്പെട്ടു പോകരുത്. നന്മയും പൂർണ്ണതയുമുള്ള ദൈവത്തിനെ തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അതല്ല ദൈവസഭയോട്, റോമിലെ വിശ്വാസിയോട് പൗലോസ് പറയുന്ന ക്രമീകരണത്തിന്റെ ദൂത്. യെസ്, എല്ലാ ലേഖനങ്ങൾക്കകത്തും ഒരൊറ്റ സംഗതിയെ പറയാനുള്ളൂ, ക്രമീകരണം വരുത്തണം, ക്രമീകരണം വരുത്തണം, ക്രമീകരണം വരുത്തണം. നമ്മളൊക്കെ ഇനി എന്റെ ക്രമീകരണം വരുത്താനാ? ഞങ്ങളെല്ലാം ക്രമീകരണമൊക്കെ വരുത്തിയതാ. അതുകൊണ്ടാണ് ഉപവാസ പ്രാർത്ഥനയ്ക്ക് നമ്മൾ എഴുന്നേറ്റ് സമർപ്പിക്കാന്ന് പറയുമ്പം ഈ ദിവസങ്ങൾ ഉപവാസ പ്രാർത്ഥന ഞാൻ ഒന്നെങ്കിൽ ഭാഗികമായി അല്ലെങ്കിൽ പൂർണ്ണമായി അല്ലെങ്കിൽ ഒരു നേരം ഭക്ഷിച്ചുകൊണ്ട് ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. എനിക്ക് ആരോടും ഒന്നുമില്ല. എന്നോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും അങ്ങ് ക്ഷമിക്കണം. ദൈവനാമ ക്ഷമ വെച്ചുകൊണ്ട് ഞാൻ ഇരുന്നു. ഉടനെ അടുത്ത ആൾ എഴുന്നേറ്റേച്ച്, എനിക്ക് ആരോടും ഒന്നുമില്ല, എന്നോടും ഇല്ല, അവിടെ ഇരുന്നു. സ്തോത്രം. ഇങ്ങനെയാണോ ക്രമീകരണം വരുത്തുന്നത്? അങ്ങനല്ല. സ്തോത്രം. നിങ്ങള് പെന്തക്കോസ്ത് ചരിത്രം വായിച്ചുള്ള എത്ര പേരുണ്ട്? സാജി മാത്യൂസ് എഴുതിയ പെന്തക്കോസ്ത് ചരിത്രം വായിച്ചു നോക്കും. അതിലെ ഒരു സംഭവം ഞാൻ അത്ഭുതത്തോടെ, ഞാൻ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെന്ന് എന്റെ വിശ്വാസം, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ പറയാം. വിശ്വാസിയായ ഒരു അപ്പച്ചൻ ഒരു കൺവെൻഷൻ കഴിഞ്ഞ് ചിറ്റാറില്ല, ചിറ്റാർ ഭാഗത്തേക്കൊന്നും വാഹനങ്ങളില്ല. ചിറ്റാർ സീത്തോട് ഭാഗത്തേക്ക് വാഹനങ്ങൾ വളരെ കുറവാണ്. അപ്പച്ചൻ ചിറ്റാരും കഴിഞ്ഞ് സീതത്തോടിലോട്ട് പോകണം. ബസ്സിൽ ഇറങ്ങി രാത്രിയായി, കൺവെൻഷൻ കഴിഞ്ഞ് പോകുമ്പം അന്ന് ഇന്നത്തെ പോലെ ഈ ബ്രൈറ്റ് ലൈറ്റിന്റെ ടോർച്ച് ഒന്നുമില്ല, മെഴുകുതിരിയാ കത്തിച്ച് വിളക്കിന് പരം പിടിക്കുന്നത്. മെഴുകുതിരിയും കാണും, ഒരു ചിരട്ടയും കാണും. അത് കത്തിച്ചോട്ട് പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അയ്യോ, ഞാൻ എന്തുമാത്രം യോഗത്തിന് അങ്ങനെ പോയിട്ടുണ്ടെന്ന് അറിയാമോ? മെഴുകുതിരി കത്തിച്ച് കെട്ടുപോകാതിരിക്കാൻ ചിരട്ട ഇങ്ങനെ പിടിച്ചോണ്ട് പോകും. ഞാൻ ഇഷ്ടംപോലെ പോയിട്ടുണ്ട്. ഞാൻ പെട്രോൾ മാക്സിം ചുമന്നിട്ടുണ്ട്, ഇങ്ങനെ ഇത് കത്തിച്ചുകൊണ്ട് യോഗത്തിന് ഇഷ്ടംപോലെ പോയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം. അപ്പച്ചൻ ബസ് ഇറങ്ങി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിന് ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്, കാറ്റുമുണ്ട്. അപ്പം മെഴുകുതിരി കെട്ടുപോകും. അപ്പച്ചൻ നോക്കിയിട്ട് ഒരു മാർഗം. അപ്പം സീതത്തോട് ചിറ്റാർ ഭാഗത്തൊക്കെ ഉള്ളവർക്ക് അറിയാം, ഇഷ്ടംപോലെ റബ്ബർ തോട്ടമാണല്ലോ. ആ റോഡ് സൈഡിൽ കണ്ട റബ്ബർ തോട്ടത്തിൽ കയറി റബ്ബറിന് പാൽ ശേഖരിക്കാൻ പറ്റുന്ന ഒരു ചിരട്ട അപ്പച്ചനെടുത്തു. ആ ചിരട്ട ഇങ്ങനെ പിടിച്ചുകൊണ്ട് മെഴുകുതിരി കെട്ടുപോകാതെ കിലോമീറ്റർ നടക്കണം. അങ്ങനെ നടന്ന് വീട്ടിൽ ചെന്നപ്പോൾ വെളുപ്പിനെ 3:30-4 മണിയോളം. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പച്ചനൊരു ചിന്ത, ദൈവമേ, വെളുപ്പിനെ റബ്ബർ വെട്ടുന്ന ടാപ്പിങ്ങാരം വെട്ടാൻ വരും. അവൻ വെട്ടിക്കഴിഞ്ഞാൽ ചിരട്ട നോക്കുന്നെങ്കിൽ അവൻ എന്തോ ചെയ്യും? അയ്യോ, ഞാൻ ചെയ്ത് ദ്രോഹമായി പോയല്ലോ. ആ അപ്പച്ചൻ ചെയ്ത് കേൾക്കണോ? ആ ചിരട്ടയായിട്ട് തിരിച്ചു നടന്നു. കിലോമീറ്റർ തിരിച്ചു നടന്ന് ആ റബ്ബർ തോട്ടത്തിന്റെ അവിടെ എത്തി. അപ്പോഴേക്കും വെട്ടുകാരൻ വന്നു. വേറെ വെട്ടം കണ്ടപ്പോഴത്തേക്കിന് വെട്ടുകാരൻ ചോദിച്ചു, ആരാന്ന് ചോദിച്ചു. പറഞ്ഞു, ഞാൻ ഇവിടെ അടുത്ത് തന്നെ ഉള്ളതാണ്. അപ്പൊ എന്താ കാര്യം? ഇല്ല, ഞാൻ ഇന്നലെ ഇതിലെ പോയപ്പം മെഴുകുതിരി കെട്ടുപോകാതിരിക്കാൻ ഒരു ചിരട്ട എടുത്തുകൊണ്ടാ പോയത്. രാവിലെ നിങ്ങൾ വെട്ടാൻ വരുമ്പോൾ ചിരട്ട കാണാതെ നിങ്ങൾ വിഷമിക്കുമല്ലോ. തിരിച്ച് ആ ചിരട്ട കൊണ്ട് വെക്കാൻ വേണ്ടി ഞാൻ വന്നതാണെന്ന്. അതിന്റെ കാരണം തലേദിവസം കൺവെൻഷനാ പോയത്. കേട്ട വചനം ഉള്ളിൽ കുത്തിയപ്പോൾ എടുത്തോണ്ട് പോയ ചിരട്ട വീട്ടിൽ ചെന്നിട്ട് തിരിച്ച് കൊണ്ടുവന്ന് ആ തോട്ടത്തിൽ കൊണ്ടുവച്ചു. ഒരു ചിരട്ടയുള്ള വിഷയം. നമ്മളാണ് പറയുമ്പോൾ അതിപ്പോ എന്റെ വലിയ നിത്യത നഷ്ടപ്പെടുന്ന കാര്യം വല്ലാണ്. ഒരു ചിരട്ടയുടെ കാര്യം പറഞ്ഞ് കർത്താവ് നമ്മൾ നിത്യത കളയുവോ? അതൊന്നും ഇല്ലെന്നേ. ചിലപ്പോ അവർ അവന്റെ പാലിങ് പോവുമായിരിക്കും. അല്ല, പുള്ളി എവിടുത്തേലും വേറെ ചിരട്ട എടുത്ത് വെച്ചോളും. അതിപ്പോ വലിയ കാര്യം വല്ലതാണോ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ആ മനുഷ്യന് മനസ്സിലായി, ഞാൻ ചെയ്ത് തെറ്റാ.
ക്രമീകരണം വരുത്തിയേ പറ്റൂ. തിരിച്ചു നടന്നു. ഇത്ര നടന്ന ക്ഷീണം കൊണ്ട് കയറി കിടന്ന് നടുവ് നിർത്ത് ഉറങ്ങാമെന്നല്ല വിചാരിച്ചേ. തിരികെ വന്ന് ആ ചിരട്ട അവിടെ വെച്ചു. ഒരു ചിരട്ട എടുത്തുകൊണ്ട് പോയതിന്റെ ക്രമീകരണം വരുത്തിയ ഭക്തന്മാരാണ് അന്നുണ്ടായിരുന്നത്. ഇന്ന് ചിരട്ടല്ലോ റബ്ബർ തന്നെ വലിച്ചെടുത്തോണ്ട് പോയാൽ ഞാനെങ്ങും അറിഞ്ഞില്ലെന്ന് പറയുന്നു. അവിടെ അങ്ങനെ റബ്ബറോ ഞാൻ കണ്ടില്ല, മൂടോടെ പിടിച്ചെടുത്തോണ്ട് പോയതായിരിക്കും. പിന്നല്ലേ ഒരു ചിരട്ട. അതിന് ക്രമീകരണം വരുത്താൻ മനസ്സ് വെക്കുന്നതല്ല. പക്ഷെ ഞാൻ പറയാം, യഥാർത്ഥമായ ദൈവവചനം നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യുന്നുവെങ്കിൽ ദൈവം വരുത്തുന്ന ക്രമീകരണങ്ങൾ. സ്തോത്രം. പ്രസംഗം കേട്ട് വചനം കേൾക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ, വചനം ധ്യാനിക്കുമ്പോൾ എത്ര പ്രാവശ്യം നമുക്ക് തോന്നിയിട്ടുണ്ട് ജീവിതത്തിൽ ഒരു ക്രമീകരണം വരുത്തണമെന്ന്? അതിന് കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്താ ഗുണം? സ്തോത്രം. യഹോസഭയോട് മാത്രമല്ല, സ്മുർണ സഭയോട് പറയുമ്പോഴും മുമ്പേ പറഞ്ഞ പോലെ ഒരുപാട് ഘട്ടത്തിലൂടെ പോയ സഭയാണ് സ്മുർണ സഭ. മിർ എന്ന വാക്കെന്ന സ്മിർണ എന്ന പദം തന്നെ ഉണ്ടായ മിർ, MYRRH, മിർ. മലയാളത്തിൽ മൂരെന്ന് പറയല്ലേ. ഒരു മരത്തിന്റെ സാപ്പ് കറയാണല്ലോ, അത് ഇടിച്ച ആ കറയെടുക്കുന്നത്. കറ പുറത്തു വരുന്നതിൽ ഇടിച്ചിഞ്ച പരുവാക്കുന്നത് പോലെ ഉപദ്രവിക്കപ്പെട്ട ചർച്ചാണ് സ്മുർണ സഭ. അതുകൊണ്ടാണ് ആ പേര് തന്നെ വരാൻ കാരണം. പെർഗമോസ് സഭ അവർക്കും ഇത് തന്നെയായിരുന്നു. അവർക്കും ജീവിതത്തിൽ ക്രമീകരണം വരുത്തിയാൽ പറ്റുള്ളായിരുന്നു. അതെന്താണ് അവർക്കുണ്ടായിരുന്നത്? അവരോട് പറയാണ്, നീ എവിടെ പാർക്കുന്നുവെന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളടമെന്ന് ഞാൻ അറിയുന്നു. അതിനെത്ര പ്രശ്നം? നീ എവിടെ പാർക്കുന്നു എന്നുള്ളത് ഞാൻ അറിയുന്നു. അതാ വിഷയം. അതിനകത്ത് ഇപ്പൊ വിഷയം വല്ലതും ഉണ്ടോ? ഉണ്ടെന്നേ. പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 1 പോലെ വായിക്കുമ്പോൾ ആസിയിലും ബിദിനും പൊന്തോസിലും ഉള്ള ചിതറിപ്പാർക്കുന്ന പരദേശികളുമായവർക്ക് എഴുതുന്നത്. ആസിയിലുള്ളവർ ആരാണ്? ചിതറിപ്പാർക്കുന്ന പരദേശികൾ, ഡയസ്പോര. പരദേശികളാണ് ആര്? ആസിയിൽ പാർക്കുന്നവർ. മനസ്സിലായോ? അതിന്റെ ഒഴുക്ക് ഞാൻ പറയാം. ആസിയിലുള്ളവർ ചിതറിപ്പാർക്കുന്ന പരദേശികളാണെങ്കിൽ പെർഗമോസഭയോട് പറയാം, നീ എവിടെ പാർക്കുന്നു ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞാൽ പരദേശവാസികളായവർ പെർഗമോസഭയുടെ കാലം വന്നപ്പോൾ സ്ഥിരവാസികളായി. ഇറങ്ങിയത് എങ്ങനെയാ? പരദേശവാസികളായിട്ടാ. ഇപ്പോഴോ സ്ഥിരവാസികളായി. കണ്ടോ എങ്ങനെയുണ്ട്? ദൈവം വരുന്ന ക്രമീകരണത്തെ കുറിച്ച് തന്നെ ഞാൻ ഈ പറയുന്നത്. ആസിയിലുള്ളവരെല്ലാം ചിതറിപ്പാർക്കുന്ന പരദേശികളായിരിക്കെ പെർഗമോസഭയുടെ കാലം വന്നപ്പോൾ പരദേശവാസം മറന്നു, സ്ഥിരവാസം തുടങ്ങി. നമ്മുടെ സഭയിൽ നിങ്ങൾ എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ട്, പ്രിയരെ, നമ്മൾ ഇവിടുത്തുകാരല്ലെന്നും നമ്മൾ പരദേശവാസികളാണെന്നും നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ലെന്നും നമ്മൾ ഇവിടുത്തുകാരല്ലെന്നും മറ്റൊരു നാട്ടിലേക്കുള്ള യാത്രയിൽ ഇവിടെ ടെമ്പററി ആയിട്ട് താമസിക്കുന്നവർ മാത്രമാണെന്നും ജനത്തെ കൺവിൻസ് ചെയ്യുന്ന സന്ദേശം കേട്ട് നാളെത്രയായി? നോ, പ്രസംഗിക്കുന്നവരില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ പൊതുവെ നമ്മൾ കേൾക്കുന്ന മുഴുവനും ഈ ലോകത്ത് നിന്നെ ഒരു കംഫർട്ട് സോണിൽ എങ്ങനെ കൊണ്ടുവന്നാക്കാം അതിനെക്കുറിച്ചല്ലേ. അതല്ലാതെ മറ്റു സന്ദേശങ്ങൾ നിങ്ങൾ കേൾക്കുന്നത് വളരെ ചുരുക്കമല്ലേ. സങ്കടം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. ജനത്തെ വഞ്ചിക്കുന്നത് കാണുമ്പോൾ ദൈവത്തോട് അടുപ്പിക്കുന്നതിന് പകരം ലോകത്തോട് അടുപ്പിക്കുന്ന സന്ദേശങ്ങളാണ് ഇന്ന് നാം കേൾക്കുന്ന മുഴുവൻ. യെസ്, നിന്റെ സ്ഥിതി മാറ്റാൻ ദൈവം വിശ്വസ്തൻ. സ്ഥിതി മാറിയില്ലെങ്കിൽ നീ ഇട്ടേച്ചു പോവും. നിന്റെ കടഭാരം മാറ്റാൻ ദൈവം വിശ്വസ്തൻ. അത് മാറ്റിയില്ലെങ്കിൽ നീ നിന്റെ വഴിക്ക് പോവും. ചിന്തിച്ചേ.
അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊന്നും മാറണ്ട, സ്ഥിതിക്ക് വ്യത്യാസം ഒന്നും വരണ്ട എന്നാണ് ഷാജി പാസ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും വേണം. ഈ ലോകത്തിൽ മാന്യമായി ഭംഗിയായി ജീവിക്കാനുള്ള ചുറ്റുപാട് നമുക്ക് വേണം. വേണ്ടെന്നുള്ള അർത്ഥത്തിലൊന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അതിനുവേണ്ടി ജീവിക്കുന്നവരല്ല നാം. അത് ഒരു പ്ലഷേഴ്സ് ആയിട്ട് നമ്മൾ കാണുന്നവരുമല്ല. ഇതൊന്നും അല്ലാത്ത നിലയിൽ ഇവിടെ അന്യരും പരദേശികളും എന്ന് തിരിച്ചറിഞ്ഞുള്ള ഒരു ജീവിതം നയിക്കുന്നവരെ കുറിച്ചാണ് ദൈവത്തിന് പ്ലാൻ ഉള്ളത്. ക്ലിയർ ആയോ? ദൈവം വരുന്ന ക്രമീകരണത്തിനകത്ത് അതാണുള്ളത്. അതിന് കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് ചോദിക്കട്ടെ. ആദ്യത്തെ പോയിന്റ് തന്നെ പറയാം. നമ്മുടെ പേഴ്സണൽ ലൈഫിൽ വരുത്തേണ്ട ക്രമീകരണങ്ങൾ ആത്മജീവിതമായി തട്ടിച്ചു നോക്കുമ്പോൾ പറ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ക്രമീകരണം വരുത്തേണ്ടതായിട്ടില്ലേ? എന്നെ സംബന്ധിച്ചോളം ഉണ്ട്. ദൈവജന ധ്യാനത്തിനുള്ള സമയം ക്രമീകരിക്കുന്നതിൽ ഒന്നുകൂടെ ക്രമീകരണം വരുത്തേണ്ടതായിട്ടില്ലേ? ഉണ്ട്. പലപ്പോഴും പുസ്തകം വായിക്കുന്നത് വായിച്ചില്ലെങ്കിൽ ഏതാണ്ട് വരുമെന്ന് ഓർത്തങ്ങ് വായിക്കുന്നതല്ലേ? സത്യസന്ധമായിട്ട് പറ. അല്ല, ഇരുന്ന് വായിച്ച് കർത്താവേ ഇതിലൂടെ അങ്ങ് എന്നോട് സംസാരിക്കണം, എൻ്റെ ഉള്ളത്തോട്, എൻ്റെ അകത്തെ മനുഷ്യനെ പുഷ്ടിപ്പെടുത്താൻ കഴിയുന്ന ആത്മിക ഭോജനമായി മാറത്തക്ക നിലയിൽ സമയം വേദിച്ച് ഏകാഗ്രതയോടെ വായിക്കുന്ന എത്രയോ പേരുണ്ട്. ചില വായിക്കുന്ന കേട്ടാൽ കുർള എക്സ്പ്രസ് പോകുമ്പോലെ, കാരണം പെട്ടെന്ന് ഇത് വായിച്ചു തീർക്കണം. അതിന് പ്രിയരെ, നിങ്ങൾ അങ്ങനെ ചിന്തിക്കണം. ഒരൊറ്റ വാക്യം വായിച്ചാൽ മതി. ഒരൊറ്റ വാക്യം ഒന്ന് ധ്യാനിച്ച്. നമ്മളെല്ലാം ആരാധനകൾ തീകത്തി എന്നും പറഞ്ഞ് നടക്കുക. അങ്ങനത്തെ ഒരൊറ്റ വാക്യം പുസ്തകത്തിലില്ല. പക്ഷെ ധ്യാനത്തിങ്കൽ തീകത്തി. അപ്പോൾ ഞാൻ നാവിടുത്ത് സംസാരിച്ചിരുന്നുണ്ട്. ഇന്ന് വരെ നമ്മൾ ആരോട്ട് ധ്യാനിച്ചിട്ടുമില്ല. തീക്കൊരു കുറവുമില്ല. നിങ്ങൾ പറ. ഇരുന്ന അന്നേരം തീയ. തീ 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 കത്തിക്കോട്ടെ, ഞാൻ എതിരൊന്നുമല്ല പറഞ്ഞത്. പക്ഷെ അത് എപ്പോഴാ ഉണ്ടാകുന്നേ? ധ്യാനത്തിങ്കൽ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. അപ്പൊ തീ കത്തണമെങ്കിൽ എന്താ വേണ്ടത്? മെഡിറ്റേഷൻ. ഒരു തിരുവെഴുത്ത് വായിച്ചിരുന്ന് മെഡിറ്റേറ്റ് ചെയ്ത് നോക്കി, ധ്യാനിച്ചു നോക്കി. അപ്പൊ ന്യായമായ സംശയം, എങ്ങനെ ധ്യാനിക്കുന്നത്? വചനം വായിച്ച് ധ്യാനിക്കുന്നത് എങ്ങനെയാ? ഇങ്ങനെ വായിച്ച് കണ്ണുടച്ച് മഹർഷിമാരിയ്ക്കുമ്പോൾ അനങ്ങാതിരിക്കുക എന്നുള്ളതാണ്. അല്ല, ഒരു വാക്യം വായിച്ചിട്ട് ആ വാക്യത്തോട് ചില ചോദ്യങ്ങൾ. ആര്, ആരോട്, എന്ത്, എങ്ങനെ, എന്തിനു വേണ്ടി, എപ്പോൾ, അതിനെല്ലാം ഉത്തരം കണ്ടുപിടിക്കണം. അതിനുശേഷം രണ്ടാമത്തെ പടി, ഈ വാക്യത്തിൽ ദൈവത്തെക്കുറിച്ച് എന്ത് പറയും? 2. മൂന്നാമത്, ഈ വാക്യത്തിൽ എന്നോട് ദൈവം എന്ത് പറയുന്നു? അടുത്തത്, ഈ വാക്യം അനുസരിച്ച് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അടുത്തത്, ഈ വാക്യം അനുസരിച്ച് ഞാൻ നീക്കിക്കളയേണ്ട എന്തെങ്കിലും ഉണ്ടോ? കൂട്ടിച്ചേർക്കേണ്ടത് എന്തെങ്കിലും ഉണ്ടോ? വിട്ടുകളേണ്ട എന്തെങ്കിലും ഉണ്ടോ? പ്രാപിച്ചെടുക്കേണ്ട എന്തെങ്കിലും ഉണ്ടോ? ഇതിനെല്ലാം ഉത്തരം കണ്ടുപിടിക്കുന്നതിനാണ് ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ. എല്ലാം വായിച്ചേച്ച് നമ്മൾ പലപ്പോഴും സന്ധിക്കുന്ന ധ്യാനിക്കുന്ന കണ്ടിട്ടില്ലേ? പുസ്തകം വെച്ചുകൊണ്ട് ധ്യാനിക്കാൻ ഒരുപ്പിരിക്കും. പിന്നെ ആരെങ്കിലും വന്ന് വിളിക്കുമ്പോഴാണ് തല പൊക്കുന്നത്. നമ്മൾ ധ്യാനിച്ച് ആ പുസ്തകത്തെ ചുംബിച്ച് ധ്യാനത്തിന്റെ ഭാരം കൊണ്ട് ഞാൻ അതല്ല ഉദ്ദേശിച്ച്. ഞാൻ നിർത്താം. ദൈവം വരുത്തുന്ന ക്രമീകരണങ്ങൾ ലേഖനങ്ങൾ ഉടനീളം ദൈവം വരുത്തുന്ന ക്രമീകരണങ്ങൾ മാത്രമാണ്. അതെന്താ കാരണം? ദൈവം വരുത്തിയ, ദൈവം എല്ലാത്തിനും ഓർഡറിലാക്കി വെച്ചതായിരുന്നു. പാപനിമിത്തം മുഴുവൻ എന്തായി? ഡിസോർഡർ ആയിപ്പോയി. ആ പഴയ ഓർഡറിലേക്ക് കൊണ്ടുവരാൻ, ദൈവത്തോട് കൂടെ ചേർന്ന് നിൽക്കാനാണ് തമ്പുരാൻ നമ്മളെ കൂടെ കൂട്ടുവേലക്കാരാക്കിയത്. മനസ്സിലായോ? നാം അവന്റെ കൂട്ടുവേലക്കാർ. നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം,
ഡിസോർഡറായിപ്പോയ ലോകത്തെ ഓർഡറിൽ കൊണ്ടുവരുന്നതിന് നമ്മുടെ മേൽ ഓരോ റോള് ദൈവം വെച്ചിരിക്കുക. അതിന്റെ വിശദീകരണങ്ങളാണ് ലേഖനങ്ങളിലൊക്കെ ഉള്ളത്. ഇത് മനസ്സിലാക്കി വേണം നമ്മൾ ഈ ലേഖനത്തിലേക്ക് കയറാൻ. ദൈവത്തിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ജോയിൻ ചെയ്ത് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുകയും ആസ്വദിക്കുകയും ചെയ്യട്ടെ. ആത്മാർത്ഥമായ ദൈവത്തിന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. മസ്കലിൽ നിന്ന് പ്രിയ സന്തോഷ് ബ്രദർ ഉണ്ടോ? തുടക്കത്തിൽ ഉണ്ടായിരുന്നു. സന്തോഷ് ബ്രദർ ഫ്രം മസ്കറ്റ് ഉണ്ടോ? ഇല്ല. എന്നാൽ ദേവദാസിനെ പ്രാർത്ഥിക്കാമോ? ഞാൻ പേര് കാണുന്നില്ല, മറന്നുപോയി പേര്. വീഡിയോ ഓൺ ചെയ്തിരിക്കുന്ന ദേവദാസൻ പ്രാർത്ഥിച്ചാട്ടെ. പേര് ഞാൻ മറന്നുപോയി. ദേവദാസൻ പ്രാർത്ഥിക്കാമോ? യെസ്. ഓക്കെ, പ്രാർത്ഥിച്ചോളൂ. പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞു. കർത്താവേ, നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല കർത്താവേ, നല്ല മനോഹരമേറിയ നിമിഷത്തിനായി ഞങ്ങൾ നന്ദിയോടെ ഞങ്ങൾ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഇന്ന് ഈ സന്ധ്യാസമയത്തും അവിടുത്തെ മാറ്റമില്ലാത്ത തിരുവചനം പഠിപ്പാൻ ഞങ്ങളെ കൂട്ടിവരുത്തി കൃപകൾക്കായി സ്തോത്രം. നല്ല ആലോചനയോട് ഞങ്ങളെ പറഞ്ഞു കേൾപ്പിച്ച നല്ല കൃപയ്ക്കായി സ്തോത്രം. തിരുവെഴുത്തിനെ കുറിച്ച് ഞങ്ങൾക്ക് ഇന്ന് രാത്രി കേൾപ്പാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. അതിന്റെ ക്രമീകരണങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ വരുത്തുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാം അതിന് ക്രമീകരണങ്ങൾ വരുത്തി കർത്താവിനോട് ഞങ്ങളുടെ ഈ ലോക ജീവിതം നയിപ്പാൻ വിശുദ്ധരായി ജീവിപ്പാൻ സഹായിക്കുമാറാകണമേ. സ്വർഗത്തിലെ സകല ആത്മീയ നന്മകളാൽ ഞങ്ങൾ നിറയ്ക്ക് സൂബിൽ കൊടുപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇത് കേട്ടവർ ഒരുത്തർ കർത്താവ് ശിക്ഷാവിധിക്ക് പാത്രീഭൂതരാകാതെ പ്രാപിപ്പാൻ എല്ലാവരോടും ഇടയാക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനം പഠിപ്പിപ്പാൻ ദേവദാസനെ ഇടയാക്കിയ കൃപയ്ക്കായി സ്തോത്രം. അധികമായിരിക്കുന്ന ദൈവകൃപ കൊണ്ട് നിറയ്ക്കുമാറാകണമേ. ഒരിക്കലും കർത്താവ് ഞങ്ങൾ ആരും ശിക്ഷാവിധിയിൽ അകപ്പെടുവാനിടയാകാതെ കർത്താവിന്റെ സന്തോഷം പ്രാപിപ്പാൻ, ഹല്ലേലൂയ, അങ്ങയുടെ സന്നിധിയിൽ സന്തോഷത്തോടെ അങ്ങ് എതിരേൽപ്പാൻ തക്കവണ്ണം ഞങ്ങൾ വിളക്കിൽ എണ്ണയും തിരിയുമായി എഴുന്നേൽപ്പാൻ തക്കവണ്ണം കർത്താവെ അവിടെ ഞങ്ങളെ ഇടയാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അവിടെ ഞങ്ങളെ കർത്താവെ അവിടെ ഞങ്ങളെ കൊണ്ടുവരുത്തിയ എല്ലാവർക്കായി സ്തോത്രം. തുടർന്നുള്ള നാളുകളിൽ ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ ഓരോ ദിവസവും ദൈവവചനം പഠിച്ച് അങ്ങയ്ക്ക് വേണ്ടി ജീവിപ്പാൻ കർത്താവ് കൃപ ചെയ്യുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടും പൂർണ്ണ നിശ്ചയം പ്രാപിച്ച ഞങ്ങളുടെ വചനം, ഹല്ലേലൂയ, അനേകർക്ക് ഇത് പകരുവാൻ തക്കവണ്ണം ഞങ്ങളെ യോഗ്യരാക്കുന്ന ഓർത്ത് സ്തോത്രം കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന ഘടനായി സ്തോത്രം. യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് വഴിയെടുത്ത പരിശുദ്ധാത്മയുടെ സഹവാസവും കൂട്ടായ്മയും കാവലും ഇന്ന് നാം ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയത്തിന്മേലും, പ്രത്യേകം ഇന്ന് ക്ലാസ് എടുത്ത പ്രിയദാസന്റെ മേലും കടന്നു വന്ന എല്ലാവരുടെ മേലും കർത്താവിന്റെ രണ്ടാമത്തെ വരെ ഇന്നു മുതൽ നീക്കം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, 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 ആമേൻ. എല്ലാവർക്കും നന്ദി. ദൈവം സഹായിക്കട്ടെ. തിരികെതുമായാൽ അടുത്ത ആഴ്ചയിൽ വീണ്ടും കാണുന്നവരെയും കർത്താവ് നമ്മെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ആൾ.